ഹായ്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനായിട്ടാണ് ഞാനിന്ന് ഇവിടെ വന്നിരിക്കുന്നത്. ജനുവരി 25 മുതൽ +1 +2 ബോർഡ് എക്സാം ബേസ് ചെയ്തിട്ടുള്ള സ്പാർക്ക് ബോധിയുടെ ഓൺലൈൻ മാരത്തോൺ സ്റ്റാർട്ട് ചെയ്യുന്നു. വെറും 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള ക്ലാസ്സുകൾ വഴി +1 +2 എല്ലാ പ്രധാനപ്പെട്ട ടോപ്പിക്സും കവർ ചെയ്യുക എന്നതാണ് ലക്ഷ്യം. കൂടാതെ +1 +2 പരീക്ഷ വരെ നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും ഫ്രീ ആയി ഞങ്ങളുടെ ഓൺലൈൻ സപ്പോർട്ടും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ +1 +2 ബോർഡ് എക്സാമിന് ഫുൾ മാർക്ക് അല്ലേ നിങ്ങളുടെ ലക്ഷ്യം? അങ്ങനെയാണെങ്കിൽ സ്പാർക്ക് ബോധിയുടെ ഓൺലൈൻ മാരത്തോൺ ക്ലാസുകൾ ജോയിൻ ചെയ്യുക. ഹായ്, ഹലോ. സ്പാർക്ക് ബോധിയുടെ യൂട്യൂബ് ലൈവ് സെക്ഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് +1 3 ചാപ്റ്റേഴ്സാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏതൊക്കെയാണെന്ന് അറിയാമോ? വർക്ക് പവർ എനർജി ചാപ്റ്റർ, ദെൻ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ ആൻഡ് ഗ്രാവിറ്റേഷൻ. +1 ബോർഡ് എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ 3 ചാപ്റ്റേഴ്സ്. ഈ ചാപ്റ്റേഴ്സിന് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ചാപ്റ്റേഴ്സിൽ കിടക്കാം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് വർക്ക് പവർ എനർജി എന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് വർക്ക് എന്നാണ്. വർക്ക് എന്താണ് ഈ വർക്ക് എന്ന് വെച്ചാൽ? വർക്ക് നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കാറുണ്ട്. വർക്ക് എന്ന് പറയുന്നതാണ് ഇറ്റ് ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്, അല്ലേ? ഇറ്റ് ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഫോഴ്സ്, ഈ ഒരു ഒബ്ജക്റ്റ് ഇരിപ്പുണ്ട്. ഈ ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ് എഫ് എന്ന് പറയുന്നത്, അല്ലേ? ഇവിടുത്തെ ഫോഴ്സ് എത്രയാണ്? എഫ് ആണ് ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത്. സോ ഈ ഫോഴ്സിൽ ഈ ഒബ്ജക്റ്റിന് മൂവ് ചെയ്യുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിക്കും, അല്ലേ? എസ് ബി ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഹിയർ. എസ് ഡിനോട്ട് ചെയ്യുന്നത് ഇവിടെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഈ പൊസിഷനിൽ നിന്ന് ഈ പൊസിഷനിലോട്ട് ഒബ്ജക്റ്റ് മൂവ് ചെയ്തെത്തി. ഇവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയാണ്? തീറ്റ ആണ്, അല്ലേ? മേക്ക് ചെയ്യുന്ന ആംഗിൾ സ്മോൾ ആംഗിൾ തീറ്റ എന്ന് ഡിനോട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്ന കമ്പണൻറ്റ് വിച്ച് ക്യാൻ സ്പ്ലിറ്റ് ഇൻ ടു 2. നമ്മളിപ്പം ആ സ്പ്ലിറ്റിംഗ് ഓഫ് വെക്ടേഴ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. ആ സ്പ്ലിറ്റിംഗ് ഓഫ് വെക്ടേഴ്സിൽ ഒരു വെക്ടർ 2 കോമ്പണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഏതൊക്കെ കോമ്പണൻ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും? ഓക്കെ, ഗുഡ് ഈവനിങ്. ഒന്ന് കമൻറ്റ് ചെയ്ത് വേഗം. ഏതൊക്കെ കോമ്പണൻ്റ് സ്പ്ലിറ്റ് ചെയ്യും? തീറ്റ ഉള്ള അതേ ഡയറക്ഷൻ എന്ത് വിളിക്കും? തീറ്റ ഉള്ള അതേ ഡയറക്ഷൻ ആണെങ്കിൽ ദറ്റ് ഈസ് എഫ് കോസ് തീറ്റ, റൈറ്റ്? തീറ്റയുടെ അതേ ഡയറക്ഷൻ എന്ത് വിളിക്കും? എഫ് കോസ് തീറ്റ എന്നും. ദെൻ പെർപെൻഡിക്കുലർ ആണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? പെർപെൻഡിക്കുലർ കമ്പണൻ്റ് ആണെങ്കിൽ എഫ് സൈൻ തീറ്റയും, അല്ലേ? എഫ് കോസ് തീറ്റ ആൻഡ് എഫ് സൈൻ തീറ്റ 2 കോമ്പണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. എഫ് കോസ് തീറ്റ ആൻഡ് എഫ് സൈൻ തീറ്റ. ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? എസ് ബി ദ ഡിസ്പ്ലേസ്മെന്റ്. അങ്ങനെയാണെങ്കിൽ വർക്ക് ഡണിന്റെ ഫോർമുല, വർക്ക് ഡൺ ഈക്വൽ ടു നമ്മൾ എടുക്കുന്നത് ദ ഫോഴ്സ് കമ്പണൻറ്റ് വിച്ച് ഈസ് എലോങ് ദി ഡയറക്ഷൻസ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റിന്റെ അതേ ഡയറക്ഷനിലുള്ള ഫോഴ്സിന്റെ കമ്പണൻറ്റും അതേതാണ് ഇവിടെ? എഫ് കോസ് തീറ്റ, അല്ലേ? എഫ് കോസ് തീറ്റ. സോ വർക്ക് ഡൺ ഈക്വൽ ടു എഫ് കോസ് തീറ്റ ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്, ദാറ്റ് ഈസ് എസ്. സോ വർക്ക് ഡണിന്റെ ഫോർമുല എങ്ങനെ എഴുതാം? വർക്ക് ഡൺ W ഈസ് ഈക്വൽ ടു എഫ് എസ് കോസ് തീറ്റ, എഫ് എസ് കോസ് തീറ്റ. ദിസ് ഈസ് വർക്ക് ഡൺ. വർക്ക് ഡൺ ഫോമിൽ എന്താണ്? W ഈസ് ഈക്വൽ ടു എഫ് എസ് കോസ് തീറ്റ. ഇനി ഈ വർക്ക് ഡണിനെ ഹൗ ടു റെപ്രസെന്റ് ഇൻ വെക്റ്റർ ഫോം? വെക്റ്റർ ഫോമിൽ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഇൻ വെക്റ്റർ ഫോം ആണെങ്കിൽ ഹൗ ടു റെപ്രസെന്റ്? ദാറ്റ് ഈസ് വർക്ക് ഡൺ W ഈസ് ഈക്വൽ ടു വെക്റ്റർ എഫ് ഡോട്ട് വെക്റ്റർ എസ്, അല്ലേ? അപ്പോൾ എന്താണ് ഇക്വേഷൻ? വർക്ക് ഡൺ ഈക്വൽ ടു വെക്റ്റർ എഫ് ഡോട്ട് വെക്റ്റർ എസ്. ഈ വർക്ക് ഡൺ എന്ന് പറയുന്നത് സ്കെയിലാർ ആണോ വെക്റ്റർ ആണോ? വർക്ക് ഡൺ ഈസ് എ, ഒന്ന് വേഗം കമൻറ്റ് ചെയ്തേ. വർക്ക് ഡൺ ഏത് ക്വാണ്ടിറ്റി ആണ്? വർക്ക് ഡൺ ഈസ് എ, ഓക്കെ കാവ്യ, എഫ് കോസ് തീറ്റ, റൈറ്റ്? വർക്ക് ഡൺ എന്ന് പറയുന്നത് സ്കെലാർ ക്വാണ്ടിറ്റി ആണോ വെക്ടർ ക്വാണ്ടിറ്റി ആണോ?
It is a scalar quantity. Work done is a scalar quantity. Then, what is the SI unit of work done? Work done SI unit എന്താണ്? SI unit of work done. ഒന്ന് വേഗം പറഞ്ഞേ. SI unit of work done is ജൂൾ. എന്താണ്? SI unit of work done എന്താണ്? ജൂൾ ആണ്. ഇതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. ഇതിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ജൂൾ ആണ്. Then, what is the dimensional form of work done? Work done in the dimensional form എന്താണ്? What is the dimensional formula of work done? Dimensional formula. ഒന്ന് വേഗം കണ്ടുപിടിച്ച് പറഞ്ഞേ. What is the dimensional formula of work done? Dimensional formula of work done is, ഇവിടെ ഫോഴ്സിനോ ഡിസ്പ്ലേസ്മെന്റ് അല്ലേ? നമ്മുടെ ഫോർമുലയ്ക്കകത്ത് F ഇൻറ്റു എസ് ആണ്. F ഫോഴ്സ്. ഓക്കെ, ഗുഡ് ഈവനിങ്. വാട്ട് ഈസ് ദി ഡയമെൻഷണൽ ഫോർം ഓഫ് ഫോഴ്സ്? ഫോഴ്സിന്റെ ഡയമെൻഷണൽ ഫോർം എന്താണ്? കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഡയമെൻഷൻ ഓഫ് ഫോഴ്സ് ദറ്റ് ഈസ് എം എൽ ടി റൈസ് ടു മൈനസ് 2 ഇൻറ്റു, അപ്പോൾ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഫോഴ്സിൻ്റെ എന്താണ്? എം എൽ ടി റൈസ് ടു മൈനസ് 2 ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ദ ഡയമെൻഷണൽ ഫോർം ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ദറ്റ് ഈസ് എൽ. അപ്പോൾ ഇവിടുത്തെ രണ്ട് എല്ലുണ്ട്. ഈ എല്ലും മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടും എൽ ഇൻറ്റു എൽ സ്ക്വയർ. ദറ്റ് ഈസ് ഡയമെൻഷണൽ ഫോർമുല ഓഫ് വർക്ക് ഡൺ ഈസ് എം എൽ സ്ക്വയർ ടി റൈസ് ടു മൈനസ് 2. ഓക്കെ, വാട്ട് ഇസ് ദ ഡയമെൻഷണൽ ഫോർ വർക്ക് ഡൺ? എം എൽ സ്ക്വയർ ടി റൈസ് ടു മൈനസ് 2. വർക്ക് ഡണ്ണുമായി കുറച്ച് കാര്യങ്ങളൂടെ പറഞ്ഞായിരുന്നു നമ്മൾ. എന്തൊക്കെയാണ്? വാട്ട് ഇസ് വർക്ക് ഡൺ? വർക്ക് ഡൺ ഈസ് ഡിഫൈൻഡ് ആസ് ഇസ് ദ പ്രൊഡക്റ്റ് ഓഫ് component of force along the directions of displacement and displacement. ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ഷനുള്ള ഫോഴ്സിന്റെ കോമ്പണന്റും ഡിസ്പ്ലേസ്മെന്റിന് പ്രൊഡക്റ്റിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? വർക്ക് ഡൺ എന്ന് പറയുന്നത്. എന്താണ് ഇക്വേഷൻ? വർക്ക് ഡൺ ഈക്വൽ ടു എഫ് എസ് കോസ് തീറ്റ. ഇനി അതുപോലെ വെക്റ്റർ ഫോം ഓഫ് വർക്ക് ഡൺ. എന്താണ് വെക്റ്റർ ഫോം ഓഫ് വർക്ക് ഡൺ? ദാറ്റ് ഈസ് ഈക്വൽ ടു വെക്റ്റർ എഫ് ഡോട്ട് വെക്റ്റർ എസ്. ഇത് സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. ഇതിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ജൂൾ ആണ്. ഡയമെൻഷണൽ ഫോം എന്താണ്? എം എൽ സ്ക്വയർ ടി റൈസ് ടു മൈനസ് 2. എം എൽ സ്ക്വയർ ടി റൈസ് ടു മൈനസ് 2. ദെൻ വർക്ക് ഡൺ ബൈ എ വേരിയബിൾ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താണ്? വർക്ക് ഡൺ ബൈ എ വേരിയബിൾ ഫോഴ്സ്. വർക്ക് ഡൺ ബൈ വേരിയബിൾ ഫോഴ്സ് ഒന്ന് വേഗം പറഞ്ഞേ. വേരിയബിൾ ഫോഴ്സ്, വർക്ക് ഡൺ ബൈ വേരിയബിൾ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താണ്? ദാറ്റ് ഈസ് വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ xi initial displacement to final displacement f dx. എന്താണ് ഇക്വേഷൻ? വർക്ക് ഡൺ ബൈ വേരിയബിൾ ഫോഴ്സ് ആണെങ്കിൽ വർക്ക് ഡൺ ഈക്വൽ ടു ഇന്റഗ്രൽ xi ടു xf. xi മീൻസ് എന്താണ്? ഇനിഷ്യൽ ഡിസ്പ്ലേസ്മെന്റ് ടു ഫൈനൽ ഡിസ്പ്ലേസ്മെന്റ് f dx. ഇനി ഒരു ഗ്രാഫിക്കൽ മെത്തേഡ് ആണെങ്കിൽ, ഒരു ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ്, ഈ ഒരു ഗ്രാഫിക്കൽ മെത്തേഡ് ആണെങ്കിൽ വാട്ട് ഈസ് വർക്ക് ഡൺ? Work done equal to area under the curve. Area under the curve. Okay, എല്ലാ പോയിന്റ്സും നോട്ട് ചെയ്ത് വെച്ചോ. വർക്ക് ഡണ്ണിന്റെ ജനറൽ ഫോം എന്താണ്? എഫ് എസ് കോസ് തീറ്റ. വെക്ടർ ഫോം ആണെങ്കിൽ വെക്ടർ എഫ് ഡോട്ട് വെക്ടർ എസ് എന്നാണ്. ദെൻ വർക്ക് ഡൺ ബൈ വേരിയബിൾ ഫോഴ്സ് ആണെങ്കിലോ എന്താണ് ഇക്വേഷൻ? ദാറ്റ് ഈസ് വർക്ക് ഡൺ ഈക്വൽ ടു ഇന്റഗ്രൽ xi ടു xf f dx. ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണെങ്കിൽ എന്താണ് വർക്കിന്റെ ഇക്വേഷൻ? വർക്ക് ഡൺ ഈക്വൽ ടു ഏരിയ അണ്ടർ ദി കർവ്. ഇത്രയും ക്ലിയർ ആയോ? ഒന്ന് വേഗം കമന്റ് ചെയ്തേ. വർക്ക് ഡൺ മനസ്സിലായോ? ഇസ് ഇറ്റ് ക്ലിയർ? സോ ഇത് ക്ലിയർ ആയി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോകാം. നെക്സ്റ്റ് ഈസ് ടൈപ്സ് ഓഫ് വർക്ക്. എന്താണ് ടൈപ്സ് ഓഫ് വർക്ക്? എത്ര തരത്തിലാണ് വർക്കുള്ളത്? മെയിൻലി ക്ലാസിഫൈ ഇൻടു 3 ടൈപ്സ്. ഏതൊക്കെയാണ്? പോസിറ്റീവ് വർക്ക്, ദെൻ നെഗറ്റീവ് വർക്ക് ആൻഡ് സീറോ വർക്ക്. ഏതൊക്കെയാണ്? പോസിറ്റീവ് വർക്ക്, നെഗറ്റീവ് വർക്ക് ആൻഡ് സീറോ വർക്ക്. എന്താണ് പോസിറ്റീവ് വർക്ക് എന്ന് വെച്ചാൽ? പോസിറ്റീവ് വർക്ക് വർക്ക് ഡൺ ഫോം ഇപ്പോൾ എഴുതിയുള്ളൂ. എന്താണ് ഇക്വേഷൻ? വർക്ക് ഡൺ ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് അല്ലേ? അല്ലെങ്കിൽ എന്താ എഴുതാം? വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു എഫ് എസ് കോസ് തീറ്റ. ദിസ് ഈസ് വർക്ക് ഡൺ ഇക്വേഷൻ. വർക്ക് ഡൺ ഈക്വൽ ടു വാട്ട്? വർക്ക് ഡൺ ഈക്വൽ ടു എഫ് എസ് കോസ് തീറ്റ. അങ്ങനെയാണെങ്കിൽ പോസിറ്റീവ് വർക്ക് ഡൺ ഇക്വേഷൻ എന്താണ്? വർക്ക് ഡൺ ഈക്വൽ ടു എഫ് എസ് കോസ് തീറ്റ. ദിറ്റ് ഈസ് വർക്ക് ഡൺ ഫോർമുല.
പോസിറ്റീവ് വർക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും സെയിം ഡയറക്ഷൻ ആണെങ്കിൽ, ഫോഴ്സും അതുപോലെ ഡിസ്പ്ലേസ്മെന്റും സെയിം ഡയറക്ഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാതെ പോസിറ്റീവ് വർക്ക് ഡൺ എന്ന് പറയാം. എന്താണ് പോസിറ്റീവ് വർക്ക് എന്ന് വെച്ചാൽ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ആർ ഓക്കെ ക്ലിയർ, ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ആർ സെയിം ആർ ടേക്കിംഗ് അലോങ് സെയിം ഡയറക്ഷൻ. രണ്ടും സെയിം ഡയറക്ഷൻ ആണെങ്കിൽ എന്ത് പറയാം? പോസിറ്റീവ് വർക്ക് ഡൺ എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ദി ആംഗിൾ ബിറ്റ്വീൻ എഫ് ആൻഡ് എസ്? രണ്ട് വെക്ടേഴ്സും സെയിം ഡയറക്ഷൻ ആണെങ്കിൽ ആംഗിൾ എത്രയായിരിക്കും? തീറ്റ ഈക്വൽ ഹൗ മച്ച്? Two vectors are taking same direction. What is the angle? Theta equal to 0 അല്ലേ? തീറ്റ എത്രയാണ്? 0 ആണ്. അങ്ങനെയാണെങ്കിൽ what is cos 0? Cos 0. That work done equal to F S cos 0. What is the value of cos 0? Cos 0 ആണല്ലേ? അതനുസരിച്ച് ഇക്വേഷൻ എന്തായിട്ട് മാറും? വർക്ക് ഡൺ ഈക്വൽ ടു F into S. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ദിസ് ഈസ് പോസിറ്റീവ് വർക്ക് ഡൺ. ഇതിനെ എന്ത് വിളിക്കുന്നത് നമ്മൾ? പോസിറ്റീവ് വർക്ക് ഡൺ എന്ന് പറയുന്നത്. അപ്പോൾ പോസിറ്റീവ് വർക്ക് ഡൺ ആയാൽ എന്ത് പറയാം? ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും? സെയിം ഡയറക്ഷൻ ആയിരിക്കും. ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും സെയിം ഡയറക്ഷൻ ആണെങ്കിൽ എന്ത് വിളിക്കാതെ പോസിറ്റീവ് വർക്ക് ഡൺ എന്ന് പറയാം. എന്നാണ് ഇക്വേഷൻ. വർക്ക് ഡൺ ഈക്വൽ ടു എഫ് ഇൻറ്റു എസ്, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ക്ലിയർ ആണോ? ഇത് ഒന്ന് കമന്റ് ചെയ്തേടെ വേഗം. എന്താണ് പോസിറ്റീവ് വർക്ക് ഡൺ? ക്ലിയർ ആണോ ഇത്? യെസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ് നെഗറ്റീവ് വർക്ക് ഡൺ? നെഗറ്റീവ് വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവ് വർക്ക് ഡൺ ഇപ്പോൾ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ, ഇപ്പോൾ ഫോഴ്സ് ആക്ടിങ് ചെയ്യുന്ന ഒരു ഡയറക്ഷൻ ആയിരിക്കും, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് മറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. ഡിസ്പ്ലേസ്മെന്റ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ ഇങ്ങനെയുള്ള വർക്ക് ഡണ്ണിനെ വിളിക്കുന്ന പേരാണ് എന്ത് പറയുന്നത്? നെഗറ്റീവ് വർക്ക് ഡൺ. എന്താണ് നെഗറ്റീവ് വർക്ക് ഡൺ? അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്? ഈ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള ആംഗിൾ എന്താണ്? തീറ്റ ഈക്വൽ ടു എത്രയാ? തീറ്റ ഈക്വൽ ടു 180 ഡിഗ്രി അല്ലേ? തീറ്റ ഈക്വൽ ടു ഓക്കെ, ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ തീറ്റ ഈക്വൽ ടു ഹൗ മച്ച്? തീറ്റ ഈക്വൽ ടു 180. അതനുസരിച്ച് വർക്ക് ഡൺ ഈക്വൽ ടു എഫ് എസ് ഇൻറ്റു കോസ് 180. എന്താണ് കോസ് 180യുടെ വാല്യൂ? കോസ് 180 ഈസ് ഹൗ മച്ച്? Kavya is 0 for positive work done, right? W is equal to Fs cos 180. What is cos 180? Cos 180 is -1. അങ്ങനെയാണെങ്കിൽ മൈനസ് എഫ് എസ്. അപ്പോൾ ഇതാണ് എന്ത് വിളിക്കുന്നത്? നെഗറ്റീവ് വർക്ക് ഡൺ എന്ന് പറയുന്നത്. വാട്ട് ഈസ് നെഗറ്റീവ് വർക്ക് ഡൺ? ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. രണ്ടും ഓപ്പോസിറ്റ് ആണെങ്കിൽ അതിനെന്ത് വിളിക്കാം? നെഗറ്റീവ് വർക്ക് എന്ന് പറയാം. വാട്ട് ഈസ് ദി ആംഗിൾ? തീറ്റ ഈക്വൽ ടു 180. കോസ് 180 വരെ എന്താണ്? കോസ് 180 is -1. W ഈക്വൽ ടു മൈനസ് F into S, force into displacement. This is called negative work done. അപ്പോൾ നെഗറ്റീവ് വർക്ക് ഡൺ ക്ലിയർ ആണോ? നെഗറ്റീവ് വർക്ക് ഡൺ. Then another one is zero work done. ഈ സീറോ വർക്ക് ഡൺ രണ്ട് കണ്ടീഷൻ ഒക്കെ പറയാം. സീറോ വർക്ക് ഡണ്ണിന് ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് വെച്ചാൽ ഫസ്റ്റ് വൺ ഈസ് when there is no displacement, S equal to 0. S equal to 0 മീൻസ് ഒരു കോൺക്രീറ്റ് വാളിൽ നമ്മളൊന്ന് ജസ്റ്റ് ഫോഴ്സ് അപ്ലൈ ആണ്. വാൾ മൂവ് ചെയ്യുമോ? വാൾ അവിടെ തന്നെ ആയിരിക്കും, മൂവ് ചെയ്യത്തില്ല. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? 0 ആണ്. നമ്മൾ മാക്സിമം ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്, പക്ഷേ ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കുന്നില്ല. എസ് അവിടെ 0 ആണ്. സോ ഇൻ ദിസ് കേസ് വാട്ട് ഈസ് വർക്ക് ഡൺ? വർക്ക് ഡൺ ഈക്വൽ ടു എഫ് ഇൻറ്റു എസ് ഇൻറ്റു കോസ് തീറ്റ. ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ. എന്താണ് എസ്? എസ് 0 ആണ്. ദർ ഇസ് നോ ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് 0 ആയാൽ വർക്ക് എന്തായി പോകും? വർക്ക് ഡൺ ഈക്വൽ ടു 0. വർക്ക് ഡൺ അവിടെ 0 ആണ് അല്ലേ? ഫസ്റ്റ് കേസ് എന്താണ്? വർക്ക് ഡൺ ഈക്വൽ ടു 0. ഇനി രണ്ടാമത്തെ കേസ് എന്ത് പറയാം? സെക്കൻഡ് കേസ് ഈസ് വെൻ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. ഫോഴ്സ് ഒരു ഡയറക്ഷൻ ആക്ട് ചെയ്യുന്നുണ്ട്, ഡിസ്പ്ലേസ്മെന്റ് അത് നേരെ പെർപെൻഡിക്കുലർ ആണ്. എസ് ഈസ് അലോങ് ദിസ് ഡയറക്ഷൻ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ദ ആംഗിൾ? തീറ്റ ഈക്വൽ ടു എന്ന് എഴുതാം. തീറ്റ ഈക്വൽ ടു ഹിയർ തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി അല്ലേ? തീറ്റ എത്ര പറയാതെ? 90 ഡിഗ്രി എന്ന് പറയാം. വാട്ട് ഇസ് കോസ് 90? വർക്ക് ഡൺ ഈക്വൽ ടു എഫ് എസ് കോസ് 90. വാട്ട് ഇസ് കോസ് 90? കോസ് 90 is 0. അതനുസരിച്ച് വർക്ക് എന്തായി മാറും? വർക്ക് ഡൺ ഈക്വൽ ടു 0. സോ ഇവിടെയും വർക്ക് എന്താണ്ട് 0 ആണ്. അപ്പൊ രണ്ട് കേസിൽ വർക്ക് 0 ആണ്. ഏതൊക്കെയാണ്? ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് വെൻ ദർ ഇസ് നോ ഡിസ്പ്ലേസ്മെന്റ്. അവിടെ ഡിസ്പ്ലേസ്മെന്റ് 0 ആണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് 0 ആയിപ്പോയി വർക്ക് എന്തായി പോകും? 0 ആയിട്ട് പോകും. സെക്കൻഡ് കേസ് എന്താണ്? ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും പെർപെൻഡിക്കുലർ ആണെങ്കിൽ, പരസ്പരം നോർമൽ ആണെങ്കിൽ തീറ്റ 90 ആണ്. കോസ് 90 0 ആയിട്ട് പോകും. ദാറ്റ് ഈസ് വർക്ക് ഡൺ ഈക്വൽ ടു 0. ദിസ് ഈസ് കോൾഡ് സീറോ വർക്ക് ഡൺ. ക്ലിയർ ആണത്? പോസിറ്റീവ് വർക്ക് ഡൺ, നെഗറ്റീവ് വർക്ക് ഡൺ ആൻഡ് സീറോ വർക്ക് ഡൺ.
ഇത് മൂന്നും ക്ലിയർ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേ വേഗം. ക്ലിയർ ആണോ ഇത്? വർക്ക് ഡൺ ക്ലിയർ ആണോ? എന്താണ് വർക്ക് ഡൺ, ടൈപ്സ് ഓഫ് വർക്ക് ഡൺ ക്ലിയർ ആണോ? ദെൻ അങ്ങനെയാണെങ്കിൽ ഓക്കെ ക്ലിയർ. ഓക്കെ, പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. എ മാൻ കെയർഫുള്ളി ബ്രിങ്സ് ഡൗൺ എ ഗ്ലാസ് ഷീറ്റ് ഫ്രം എ ഹൈറ്റ് 2 meter ടു ദി ഗ്രൗണ്ട്. ദ വർക്ക് ഡൺ ബൈ ഹിം ഈസ് ഡാഷ്. ഒന്ന് വേഗം കമൻറ്റ് ചെയ്ത് ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്തേ. ദ വർക്ക് ഡൺ ബൈ ഹിം. ഒരു ഗ്ലാസ് ഷീറ്റ് 2 meter ഹൈറ്റിൽ നിന്ന് എവിടെ വയ്ക്കുകയാണ്? ഗ്രൗണ്ടിലോട്ട് വയ്ക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ മേനിൽ ആക്ട് ചെയ്യുന്ന വർക്ക് ഡൺ ഏതാണ്? പോസിറ്റീവ് ആണോ, നെഗറ്റീവ് ആണോ, സീറോ ആണോ, അൺപ്രഡിക്റ്റബിൾ ആണോ? അപ്പോൾ ഇത് ഗ്രൗണ്ട് ലെവലാണ്. ഗ്രൗണ്ട് ലെവലിൽ നിന്ന് എത്ര ഹൈറ്റ് അകലെയാണ്? 2 meter അകലെയാണ് അല്ലേ? ഗ്രൗണ്ട് ലെവൽ 2 meter അകലെയുള്ള ഒരു ഗ്ലാസ് ഷീറ്റ് എവിടെ കൊണ്ടുവയ്ക്കുകയാണ്? ഗ്രൗണ്ടിൽ കൊണ്ടുവയ്ക്കുകയാണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഇങ്ങോട്ടാണ്, ഹൈറ്റ് ഇങ്ങോട്ടാണ് അല്ലേ? സോ ദിസ് ഡിസ്റ്റൻസ് ഈസ് എത്രയാണ്? 2 meter. ഈ ഹൈറ്റ് 2 meter ആണ്. അങ്ങനെയാണെങ്കിൽ വർക്ക് ഡൺ ബൈ ഹിം, അദ്ദേഹത്തിൽ ആക്ട് ചെയ്യുന്ന വർക്ക് ഡൺ ഇക്വേഷൻ, വർക്ക് ഡൺ ഏത് തരത്തിലുള്ള വർക്ക് ഡൺ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ വർക്ക് ഡൺ ആക്ടിങ് ഓൺ ദ മാൻ, അത് എങ്ങോട്ടായിരിക്കും? വർക്ക് ഡൺ ആക്ടിങ് ഡ്യൂ ടു ഇസ് വെയിറ്റ്. എം ജി ഇസ് ആക്ടിങ് ഡൗൺ ബൈ ഡയറക്ഷൻ, താഴോട്ടായിരിക്കും. എം ജി ആക്ട് ചെയ്യുന്ന താഴോട്ടായിരിക്കും അല്ലേ? പക്ഷേ ഓപ്പോസിറ്റ് നോർമൽ ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? ആക്ടിങ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ആ മേനിൽ ആക്ട് ചെയ്യുന്ന നോർമൽ ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. നോർമൽ ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ഡിസ്പ്ലേസ്മെന്റ് എന്നത് ഡൗൺ ബൈ ഡയറക്ഷൻ. സോ ഫോഴ്സ് അപ്വേർഡ് ഡയറക്ഷൻ, ഡിസ്പ്ലേസ്മെന്റ് ഡൗൺ ബൈ ഡയറക്ഷനുമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? തീറ്റ ഈക്വൽ ടു 180 ഡിഗ്രി അല്ലേ? തൊട്ട് മുന്നേ കണ്ടുപിടിച്ചായിരുന്നു. എന്താണ് വർക്ക് ഡൺ? വർക്ക് ഡൺ ഈക്വൽ ടു എഫ് എസ് കോസ് തീറ്റ എന്നാണ്. എഫ് എസ് കോസ് തീറ്റ. തീറ്റയ്ക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? തീറ്റ ഈസ് ഈക്വൽ ടു 180. വാട്ട് ഈസ് കോസ് 180? കോസ് 180 ഈസ് -1. വർക്ക് ഡൺ ഈക്വൽ ടു -f ഇൻറ്റു എസ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? എങ്ങനെ വർക്ക് ഡൺ ആണ്? വർക്ക് ഡൺ ഈസ് നെഗറ്റീവ്. ഇസ് എ നെഗറ്റീവ് വർക്ക് ഡൺ. ഇസ് എ നെഗറ്റീവ് വർക്ക് ഡൺ. ക്ലിയർ ആണത്? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. A scalar product of force and displacement gives work. It can be negative, 0 or positive. Okay, negative. Okay. അപ്പോൾ ഫോഴ്സിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും പ്രോഡക്റ്റാണ് എന്ത് വിളിക്കുന്നത്? വർക്ക് എന്ന് പറയുന്നത്. ഈ വർക്ക് എന്ന് പറയുന്നത് നെഗറ്റീവ് ആവാം, അതുപോലെ തന്നെ 0 ആവാം, ദെൻ പോസിറ്റീവ് ആവാം അല്ലേ? 0 ഓർ പോസിറ്റീവ് ഏത് വേണമെങ്കിലും ആവാം. അങ്ങനെയാണെങ്കിൽ ദ വർക്ക് ഡൺ ഇൻ സ്ലൈഡിങ് എ ലോഡ് ഈസ് ഡാഷ് വിത്ത് റെസ്പെക്ട് ടു ഫ്രിക്ഷണൽ ഫോഴ്സ്. ഒരു സ്ലൈഡിംഗ് ലോഡിൽ അനുഭവപ്പെടുന്ന വർക്ക് ഡൺ ഇക്വേഷൻ. ഇപ്പോൾ ഒരു സർഫസിൽ കൺസിഡർ ചെയ്യുക. ആ സർഫസിൽ ഒരു ഒബ്ജക്റ്റ് ഇരിക്കുകയാണ്. ഈ ഒബ്ജക്റ്റ് സ്ലൈഡ് ചെയ്യാണ്, ഇങ്ങോട്ട് സ്ലൈഡ് ചെയ്യാണ്. ഫ്രിക്ഷണൽ ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ടിങ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. സ്ലൈഡിങ്ങിൻ്റെ കേസിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് എങ്ങനെയായിരിക്കും? ജസ്റ്റ് ഓപ്പോസിറ്റ് അല്ലേ? ഫ്രിക്ഷണൽ ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. ദിസ് ഈസ് ഫ്രിക്ഷണൽ ഫോഴ്സ്. ഇപ്പോൾ സ്ലൈഡ് മുന്നോട്ടാണ് പോകുന്നത്. ഡിസ്പ്ലേസ്മെന്റ് ഫോർവേഡ് ഡയറക്ഷൻ ആയിരിക്കും. ഡിസ്പ്ലേസ്മെന്റ് ഫോർവേഡ് ഡയറക്ഷൻ, ദെൻ ഫ്രിക്ഷണൽ ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. അപ്പോൾ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങോട്ടാണ്, ദെൻ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇങ്ങോട്ടാണ്, ജസ്റ്റ് ഓപ്പോസിറ്റ്. ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ തീറ്റ എത്രയാണ്? തീറ്റ ഈക്വൽ ടു 180 ഡിഗ്രി. കോസ് 180 എത്രയാണ്? -1. സോ കിട്ടുന്ന വർക്ക് ഡൺ എങ്ങനെയായിരിക്കും? വർക്ക് ഡൺ ഈസ് നെഗറ്റീവ് വർക്ക് ഡൺ. എന്ത് വർക്ക് ഡൺ ആയിരിക്കും? നെഗറ്റീവ് വർക്ക് ഡൺ. ക്ലിയർ ആണോ ഈ ക്വസ്റ്റ്യൻ? ഒരു സ്ലൈഡിംഗ് ഒബ്ജക്റ്റിൽ അനുഭവപ്പെടുന്ന വർക്ക് ഡൺ ഇക്വേഷനാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ആയിരിക്കുമ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെയായിരിക്കും? ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരുന്നാൽ അത് എന്ത് തന്നെയാണ്? നെഗറ്റീവ് വർക്ക് ഡൺ ആയിരിക്കും. ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ വർക്ക് ഡൺ എന്താണ്? നെഗറ്റീവ് ആണ്. നെഗറ്റീവ് വർക്ക് ഡൺ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. തേർഡ് ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ദ വർക്ക് ഡൺ ഇൻ ദി ഫോളോയിങ് സിറ്റുവേഷൻ. ഇവിടെ കുറച്ച് 2-3 സിറ്റുവേഷൻ പറയുന്നത്. ഇതിൽ തന്നിരിക്കുന്നത് ഏത് ടൈപ്പ് ഓഫ് വർക്ക് ഡൺ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് എ പേഴ്സൺ ക്യാരിങ് എ ഹെവി ലോഡ് വാക്സ് ഓൺ എ
ലെവൽ റോഡ്. അപ്പോൾ ഒരാൾ തലയിൽ ഹെവി ലോഡുമായിട്ട് മുന്നോട്ട് വാക്ക് ചെയ്യുകയാണ്, ഒരു ലെവൽ റോഡ് വാക്ക് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇത് ഏത് ടൈപ്പ് ഓഫ് വർക്ക് ഡൺ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് എ മാൻ സ്പെൻഡിങ് ഹിസ് എനർജി ബൈ പുഷിംഗ് ഓൺ എ കോൺക്രീറ്റ് വാൾ. ഒരു കോൺക്രീറ്റ് വാളിൽ പുഷ് ചെയ്യുന്നുണ്ട്. ഇത് ഏത് ടൈപ്പ് ഓഫ് വർക്കാണ്? പോസിറ്റീവ് ആണോ, നെഗറ്റീവ് ആണോ, സീറോ ആണോ? ഒന്ന് വേഗം കമന്റ് ചെയ്തേ. ഫസ്റ്റ് കേസിൽ ഏത് ടൈപ്പ് ഓഫ് വർക്ക് ഡൺ ആണിത്? എ പേഴ്സൺ ക്യാരിങ് എ ഹെവി ലോഡ് വാക്സ് ഓൺ എ ലെവൽ റോഡ്. വേഗം കമന്റ് ചെയ്തേ, ഏത് ടൈപ്പ് ഓഫ് വർക്ക് ഡൺ ആണ്? ഒരു ഹെവി ലോഡാണെങ്കിൽ അല്ലേ, വെയിറ്റ് എങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്? ഹെവി ലോഡിൻ്റെ കേസ് വെയിറ്റ് ഈസ് ആക്ടിങ് ഇൻ ഡൗൺവേർഡ് ഡയറക്ഷൻ അല്ലേ, താഴോട്ടായിരിക്കും. വെയിറ്റ് ആക്ട് ചെയ്യുന്ന ഡയറക്ഷൻ എങ്ങോട്ടാണ്? വെയിറ്റ് ഈസ് ആക്ടിങ് ഇൻ ഡൗൺവേർഡ് ഡയറക്ഷൻ. ദറ്റ് ഈസ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഓർ വെയിറ്റ് ഈസ് ആക്ടിങ് ഇൻ ഡൗൺവേർഡ് ഡയറക്ഷൻ. സോ വാക്സ് ഓൺ എ ലെവൽ റോഡ്, ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിക്കുന്നത് മുന്നോട്ടാണ്, ഫോർവേഡ് ഡയറക്ഷൻ. ഡിസ്പ്ലേസ്മെൻറ്റ് ഇങ്ങോട്ടായിരിക്കും. ഡിസ്പ്ലേസ്മെൻറ്റ് ഫോർവേഡ് ഡയറക്ഷൻ, വെയിറ്റ് കാരണം അനുഭവപ്പെടുന്ന ഗ്രാവിറ്റേഷൻ ഫോഴ്സ് താഴോട്ടായിരിക്കും. സോ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഇവിടെ പെർപെൻഡിക്കുലർ ആണ്. സോ തീറ്റ ഇവിടെ എത്രയാണ്? തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി. തീറ്റ 90 ഡിഗ്രി ആണെങ്കിൽ വാട്ട് ഈസ് കോസ് 90? നമ്മുടെ ഇക്വേഷൻ അനുസരിച്ച് വർക്ക് ഡൺ ഈക്വൽ ടു എഫ് എസ് കോസ് തീറ്റ അല്ലേ, എഫ് എസ് കോസ് തീറ്റ. തീറ്റ ഒരു 90 കൊടുക്കാം, കോസ് 90, എഫ് എസ് കോസ് 90. വാട്ട് ഈസ് ദ വാല്യൂ കോസ് 90? കോസ് 90 ഈസ് 0. സോ വർക്ക് ഡൺ ഈക്വൽ ടു 0. ഫസ്റ്റ് കേസ് ആൻസർ എന്താണ്? ഇറ്റ് ഈസ് എ 0 വർക്ക് ഡൺ. സോ ഇറ്റ് ഈസ് 0 വർക്ക് ഡൺ. 0 വർക്ക് ഡൺ. അങ്ങനെയാണ് സെക്കൻഡ് കേസിൽ എ മാൻ സ്പെൻഡിങ് ഹിസ് എനർജി ബൈ പുഷിംഗ് ഓൺ എ കോൺക്രീറ്റ് വാൾ. ഒരു കോൺക്രീറ്റ് വാൾ പുഷ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വർക്ക് ഡൺ ഏത് ടൈപ്പ് ഓഫ് വർക്ക് ഡൺ ആയിരിക്കും? നമ്മൾ കോൺക്രീറ്റ് വാൾ പുഷ് ചെയ്യുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കുമോ? ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. ഡിസ്പ്ലേസ്മെന്റ് 0 ആണെങ്കിൽ വർക്ക് ഡൺ എന്തായിരിക്കും? വർക്ക് ഡൺ ഈക്വൽ ടു 0. ഡിസ്പ്ലേസ്മെന്റ് 0 ആണെങ്കിൽ there is no work done, that is work done equal to 0. ക്ലിയർ ആണോ? അത് ഫസ്റ്റ് കേസും സെക്കൻഡ് കേസും ഏത് വർക്ക് ഡൺ ആണ്? 0 വർക്ക് ഡൺ. രണ്ട് കേസും ക്ലിയർ ആണോ? Then third question, a constant force of 200 Newton displaces a body through 5 meter in the directions of force. Find the work done in the body. ഇപ്പോൾ ക്വസ്റ്റിനകത്ത് ഫോഴ്സിൻ്റെ വാല്യൂ പറയുന്നുണ്ട്. ഫോഴ്സ് എത്രയാണ്? F is equal to 200 Newton. F equal to how much? F equal to 200 Newton. അങ്ങനെയാണെങ്കിൽ what is the displacement here? Displacement is S is equal to 5 meter. Displacement എത്രയാണ്? Displacement is equal to 5 meter. Displacement is equal to 5 meter. Then ഫോഴ്സിൻ്റെ അതേ ഡയറക്ഷനാണ് ഡിസ്പ്ലേസ്മെന്റ് ക്വസ്റ്റിൽ പറയുന്നുണ്ട്. The directions of the force displaces through the directions of the force. ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും സെയിം ഡയറക്ഷൻ ആണ് പറയുന്നുണ്ട്. രണ്ടും സെയിം ഡയറക്ഷൻ ആണെങ്കിൽ അത് ഏത് ടൈപ്പ് ഓഫ് വർക്ക് ഡൺ ആയിരിക്കും? പോസിറ്റീവ് വർക്ക് ഡൺ അല്ലേ. വർക്ക് ഡൺ ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും സെയിം ഡയറക്ഷൻ ആണെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് വർക്ക് ഡൺ ആണ്? ദാറ്റ് ഈസ് പോസിറ്റീവ് വർക്ക് ഡൺ. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. F is equal to 200 into displacement is 5. That's equal to 1000 joule. അപ്പോൾ എന്താണ് ആൻസർ? വർക്ക് ഡൺ ഈക്വൽ ടു 1000 joule. Is it clear? ഇത് ക്ലിയർ ആണോ? Then next question. സോ ഈ ക്വസ്റ്റ്യൻ നമുക്ക് നെക്സ്റ്റ് എനർജി പഠിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ക്വസ്റ്റ്യൻ തിരിച്ചു വന്ന് ഇവിടെ ചെയ്യാം. എനർജിയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണിത്.
സോ അവർ നെക്സ്റ്റ് ടോപ്പിക് ഈസ് എനർജി. എന്താണ് എനർജി? രണ്ട് ടൈപ്പ് ഓഫ് എനർജിയാണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഇതാണ് കൈനറ്റിക് എനർജിയും, രണ്ടാമത്തെ ടൈപ്പ് ഓഫ് എനർജി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജിയുമാണ്. എന്താണ് കൈനറ്റിക് എനർജി എന്ന് വെച്ചാൽ? വാട്ട് ഈസ് കൈനറ്റിക് എനർജി? എനർജി ഡ്യൂ ടു ഇറ്റ്സ് മോഷൻ. അത് മോഷൻ കാരണം ഉണ്ടാകുന്ന എനർജി നമ്മൾ എന്ത് വിളിക്കുന്നത്? കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. എനർജി ഡ്യൂ ടു ഇറ്റ്സ് മോഷൻ ഈസ് കോൾഡ് കൈനറ്റിക് എനർജി. നമുക്കിവിടെ പരീക്ഷയ്ക്ക് 2 മാർക്കിന് ചിലപ്പോൾ കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാൻ ചോദിക്കും. ഡിറൈവ് എക്സ്പ്രഷൻസ് ഫോർ കൈനറ്റിക് എനർജി ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? സിമ്പിൾ ആയിട്ട് ഇതുപോലെ എന്ത് ചെയ്യാൻ പറ്റും? ഡിറൈവ് ചെയ്യാൻ പറ്റും എന്ന് നോക്കിക്കേ. ഈ ഒരു ഡയഗ്രത്തിനകത്ത് ഒരു ചെറിയൊരു മാസുള്ള ബോഡി ഇരിപ്പുണ്ട്. ദ മാസ് ഓഫ് ദിസ് ബോഡി ഈസ് ടേക്കൺ എസ് സ്മോൾ ടേം. ഇവിടെ ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യാണ്. എഫ് ബി ദ ഫോഴ്സ് അലോങ് ദിസ് ഡയറക്ഷൻ. ഫോഴ്സ് അപ്ലൈ ചെയ്തു. ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ ഈ ഒബ്ജക്റ്റ് എന്ത് ചെയ്തു? ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ചു. ആ നേരത്തെ ഇരുന്ന പൊസിഷൻ മാറി പുതിയൊരു ഡിസ്പ്ലേസ്മെന്റ്, പുതിയൊരു പൊസിഷൻ വന്ന് നിർത്തി. സോ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദിസ് മോഷൻ, ഈ ഒരു മൂവിംഗിലെ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? എസ് ബി ദ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഹിയർ. അങ്ങനെയാണെങ്കിൽ വർക്ക് ഡൺ നടക്കും അല്ലേ? എന്താണ് വർക്ക് ഡൺ ഇക്വേഷൻ? വർക്ക് ഡൺ ഈക്വൽ ടു ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ് അല്ലേ? ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ്. വർക്ക് ഡൺ ഈക്വൽ ടു ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ വർക്ക് ഡൺ ഈക്വൽ ടു ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ്. ന്യൂട്ടൺ സെക്കൻഡ് ലോ അനുസരിച്ച് സെക്കൻഡ് ലോ അനുസരിച്ച് എന്താണ് ഫോഴ്സിന്റെ ഇക്വേഷൻ? എഫ് ഇസ് ഈക്വൽ ടു എം എ മാസ് ഇൻടു ആക്സലറേഷൻ. ഇവിടുത്തെ എഫിനൊക്കെ എന്ത് റീപ്ലേസ് ചെയ്യാം? എം എ എന്ന വാല്യൂ കൂടെ റീപ്ലേസ് ചെയ്യാം. നെക്സ്റ്റ് ഈസ് ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കണം. ഈ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ബൈ ഇക്വേഷൻസ് ഓഫ് മോഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. 3 ഇക്വേഷൻ പഠിക്കുന്നുണ്ട്. ഇക്വേഷൻസ് ഓഫ് മോഷനകത്ത് 3 ഇക്വേഷൻ പഠിക്കുന്നുണ്ട്. അതൊരു ഇക്വേഷൻ ആണ് വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ഇവിടെ വി എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റിയും യു ബി ദി ഇനിഷ്യൽ വെലോസിറ്റിയും ആണ്. സപ്പോസ് ഈ ഒരു ബോഡി മൂവ് ചെയ്യുന്നത് റെസ്റ്റിൽ നിന്നാണെങ്കിൽ നമുക്ക് എന്തെടുക്കാതെ യു ഈക്വൽ ടു 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. യു ഈക്വൽ ടു 0. റെസ്റ്റിൽ നിന്നാണെങ്കിൽ യു ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു എഴുതാം. വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ. വാട്ട് ഇസ് വാല്യൂ ഓഫ് യു? യു ഈക്വൽ ടു 0 അല്ലേ? ഇനിഷ്യൽ വെലോസിറ്റി അവിടെ 0 ആണ്. വി സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 പ്ലസ് 2as. 0 പ്ലസ് 2as. ദാറ്റ് ഈസ് വി സ്ക്വയർ ഈക്വൽ ടു 2as. ഈ ഇക്വേഷനകത്ത് നിന്ന് വാട്ട് ഈസ് ഡിസ്പ്ലേസ്മെന്റ് എസ് ഇസ് ഈക്വൽ ടു അല്ലേ 2as എന്നാണ്. എസ് ഈക്വൽ ടു എഴുതാം. ഈ 2a ടേം ഈക്വൽ ടു ഇപ്പുറത്തോട്ട് വരുമ്പോൾ എന്തായി മാറും? ബൈ ആയിട്ട് മാറും. വി സ്ക്വയർ ഡിവൈഡ് ബൈ 2a. അപ്പൊ എസിന് വാല്യൂ കിട്ടി. എസ് എത്രയാണ്? എസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ 2a. ഈ കണ്ടുപിടിച്ച എസിന്റെ വാല്യൂയും അതുപോലെ ഫോഴ്സിന്റെ വാല്യൂ എന്താണ്? ഫോഴ്സ് ബൈ സെക്കൻഡ് ലോ അനുസരിച്ച് എഫ് ഈക്വൽ ടു എം എ ആണ്. ഈ രണ്ട് വാല്യൂസ് എന്ത് ചെയ്യാം? ഈ ഫസ്റ്റ് ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് വർക്ക് ഡൺ ഈക്വൽ ടു ഫോഴ്സിന് എന്ത് കൊടുക്കാം? എം എ, റൈറ്റ്? എം എ ഇൻറ്റു ദെൻ ഡിസ്പ്ലേസ്മെന്റ് is replaced by v square divided by 2a. v square divided by 2a. ഇവിടെ ആക്സലറേഷൻ എന്ത് ചെയ്താൽ കട്ട് ചെയ്ത് കളയാം. ബാക്കിയുള്ളത് എന്താണ്? വർക്ക് ഡൺ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എം വി സ്ക്വയർ. സോ ദിസ് വർക്ക് ഡൺ, ഈ ഒരു വർക്ക് ഡൺ എന്തായിട്ട് സ്റ്റോർ ചെയ്യപ്പെടും? ദിസ് വർക്ക് ഡൺ സ്റ്റോർഡ് ഇൻ ദി ഫോം ഓഫ് എനർജി. ദാറ്റ് എനർജി is called kinetic energy. What is kinetic energy? Kinetic energy is equal to half mv square. So this is expression for kinetic energy. എന്താണ് ഇക്വേഷൻ എന്ന് പറഞ്ഞ്? എന്താണ് kinetic energy ഇക്വേഷൻ? Kinetic energy is equal to half mv square. What is kinetic energy? Energy due to its motion. ഒരു മൂവിംഗ് കാരണം ഉണ്ടാകുന്ന എനർജി ആണ് എന്ത് വിളിക്കുന്നത്? കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. എന്താണ് എക്സ്പ്രഷൻ? കൈനറ്റിക് എനർജി ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ. ക്ലിയർ ആണോ ഇത്? ഒന്ന് വേഗം പറഞ്ഞ് കൈനറ്റിക് എനർജി ക്ലിയർ ആണോ? ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ പരീക്ഷയിൽ ചോദിക്കാറുണ്ട്. റിലേഷൻ ബിറ്റ്വീൻ കൈനറ്റിക് എനർജി ആൻഡ് മൊമെന്റം. കൈനറ്റിക് എനർജിയും മൊമെന്റവും തമ്മിലുള്ള റിലേഷൻ ബിറ്റ്വീൻ കൈനറ്റിക് എനർജി ആൻഡ് മൊമെന്റം. എന്താണ് കൈനറ്റിക് എനർജി? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ അല്ലേ? ഹാഫ് ഇൻറ്റു എം വി സ്ക്വയർ എന്നാണ്. കൈനറ്റിക് എനർജി ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എം വി സ്ക്വയർ. ഈ എക്സ്പ്രഷനിൽ ഒരു എം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, എം കൊണ്ട് ഡിവൈഡ് ചെയ്തു. വാല്യൂ വ്യത്യാസമൊന്നും വരുന്നില്ല അല്ലേ? ഹാഫ് എം വി സ്ക്വയറിൻ്റെ അവിടെ ഒരു എം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, എം കൊണ്ട് എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എന്തായിട്ട് മാറും?
ഹാഫ് ഇൻറ്റു ഹാഫ് 2m, താഴത്തെ എം കൂടി ചേർക്കുമ്പോൾ 2 ഇൻറ്റു എം, 2m, എം ഇൻറ്റു എം സ്ക്വയർ ഇൻറ്റു വി സ്ക്വയർ ആയിട്ട് മാറും. എം സ്ക്വയർ വി സ്ക്വയർ ഡിവൈഡ് ബൈ 2m ആയി മാറും. ദാറ്റ്സ് ഈക്വൽ ടു എം വി ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 2m. വാട്ട് ഇസ് എം വി? മൊമെന്റ് അല്ലേ? മൊമെന്റ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി എന്നാണ്. സോ ഇവിടുത്തെ എം വിക്ക് ഇരുന്നത് റീപ്ലേസ് ചെയ്യാം, മൊമെന്റിനെ റീപ്ലേസ് ചെയ്യാം. ദെയർഫോർ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു പി. എം വി ഈസ് റീപ്ലേസ്ഡ് ബൈ പി സ്ക്വയർ ഡിവൈഡ് ബൈ 2m. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ദിസ് ഈസ് 1 മാർക്ക് അല്ലേ? ഇത് 1 മാർക്ക് ഷുവർ ആണ്. റിലേഷൻ ബിറ്റ്വീൻ ഏതൊക്കെയാണ്? കൈനറ്റിക് എനർജിയും, റിലേഷൻ ബിറ്റ്വീൻ കൈനറ്റിക് എനർജിയും അതുപോലെ മൊമെന്റും തമ്മിലുള്ള ഇക്വേഷൻ എന്താണ്? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു പി സ്ക്വയർ ബൈ 2m. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു പി സ്ക്വയർ ബൈ 2m. ഇപ്പോൾ രണ്ട് ഇക്വേഷൻ ഓർമ്മിച്ച് വെച്ച് എന്താണ് കൈനറ്റിക് എനർജി? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ എന്ന ഇക്വേഷനും അതുപോലെ റിലേഷൻ ബിറ്റ്വീൻ കൈനറ്റിക് എനർജി ആൻഡ് മൊമെന്റം ദാറ്റ് ഈസ് ഈക്വൽ ടു പി സ്ക്വയർ ബൈ 2m. ക്ലിയർ ആണോ ഇത്? ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് ഈസ് പൊട്ടൻഷ്യൽ എനർജി. എന്താണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് വെച്ചാൽ, കൈനറ്റിക് എനർജി ഡ്യൂ ടു ഇറ്റ്സ് മോഷൻ, മൂവിങ് കാരണം ഉണ്ടാകുന്ന എനർജി കൈനറ്റിക് എനർജി ആണെങ്കിൽ, പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എനർജി ഡ്യൂ ടു ഇറ്റ്സ് ചേഞ്ച് ഇൻ പൊസിഷൻ ഓർ ദി ചേഞ്ച് ഇൻ കോൺഫിഗറേഷൻസ് ഓഫ് ദി സിസ്റ്റം. ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ ചേഞ്ച് ആകുമ്പോഴോ അതല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റിന്റെ ഡയമെൻഷൻ, ഫോർ എക്സാമ്പിൾ അതിന്റെ ലെങ്തോ ബ്രെഡ്ത്തോ അതിന്റെ കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഷേപ്പിന് എന്തെങ്കിലും വ്യത്യാസം വരുമ്പോഴോ ഉണ്ടാകുന്ന എനർജി വിളിക്കുന്ന പേരാണ് എന്ത് പറയുന്നത്? പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് അല്ലേ? ഒരു കൈനറ്റിക് എനർജി ആണെങ്കിൽ ഡ്യൂ ടു ഇറ്റ്സ് മോഷൻ ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഇസ് ഡ്യൂ ടു ഇറ്റ്സ് ചേഞ്ച് ഇൻ പൊസിഷൻ. ഒന്നുകിൽ ചേഞ്ച് ഇൻ പൊസിഷൻ കാരണം ഉണ്ടാകാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഡ്യൂ ടു ഇറ്റ്സ് ചേഞ്ച് ഇൻ സ്ട്രെയിൻ ഓഫ് ദി ബോഡി. ആ ഒരു ബോഡിയുടെ ഷേപ്പിനുണ്ടാകുന്ന വ്യത്യാസം കാരണം എന്തുണ്ടാവും? പൊട്ടൻഷ്യൽ എനർജി ഫോം ചെയ്യാം. ഇവിടെ നമ്മൾ ഡെറൈവ് ചെയ്യാൻ പോകുന്നത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയുടെ എക്സ്പ്രഷൻ ആണ്. എല്ലാവർക്കും അറിയാവുന്ന ഇക്വേഷൻ എന്താണ്? ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ ഇക്വേഷൻ ദാറ്റ് ഈസ് എനർജി പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു mgh അല്ലേ? എല്ലാവർക്കും അറിയാവുന്ന ഇക്വേഷൻ ആണ്. ഒരു മാർക്ക് ഇവിടെ ചോദിക്കാം, വാട്ട് ഈസ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി? എന്താണ് ഇക്വേഷൻ? u ഈക്വൽ ടു mgh എന്നാണ്. ഇവിടെ നോക്കി നമുക്ക് ജസ്റ്റ് 2 സ്റ്റെപ്പിൽ ഡെറൈവ് ചെയ്യാം. ഈ ഒരു ഫ്ലോറിൽ ഒരു ചെറിയൊരു ഒബ്ജക്റ്റ് ഇരിക്കുകയാണ്. അതിന്റെ മാസ് എത്രയാണ്? mb ദ മാസ് ഓഫ് ദ ഒബ്ജക്റ്റ് ഈസ് ടേക്കൺ സെയിം. ഇവിടെയുള്ള ഒബ്ജക്റ്റിനെ ഞാൻ ഇങ്ങോട്ട് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം, എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുകയാണ്. എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുമ്പോൾ ഈ ഒബ്ജക്റ്റ് എന്ത് ചെയ്യും? ഇവിടുന്ന് ഡിസ്പ്ലേസ് ചെയ്ത് ഇങ്ങോട്ടെങ്കിൽ മാറും, ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കും. ഈ ഡിസ്പ്ലേസ്മെന്റ് എന്താക്കി എടുക്കാം? hb ദി ഡിസ്പ്ലേസ്മെന്റ്. ഇത് ചേഞ്ച് ആയപ്പോൾ ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റ് h ആണ്. ഇത് അങ്ങോട്ട് ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കുമ്പോൾ താഴോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഏതാണ്ട് ദ ഫോഴ്സ് ആക്ടിങ് ഡൗൺ വേ ഡയറക്ഷൻ. അതേതാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് Fg ഈസ് ആക്ടിങ് ഇൻ ഡൗൺ വേ ഡയറക്ഷൻ. ഡിസ്പ്ലേസ്മെന്റ് അങ്ങോട്ട് സംഭവിച്ചത് ഇതാ ഇവിടുന്ന് അങ്ങോട്ട് അല്ലേ? ഹൈറ്റ് ഇങ്ങോട്ട് അങ്ങോട്ട് ചേഞ്ച് ആയി, ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ h ആണ്. അങ്ങനെയാണെങ്കിൽ വർക്ക് ഡൺ നടക്കും അല്ലേ? വർക്ക് ഡൺ ഇക്വേഷൻ എന്താണ്? വർക്ക് ഡൺ ഈക്വൽ ടു ഒന്ന് പറഞ്ഞേ. ഓക്കെ, വർക്ക് ഡൺ ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. വർക്ക് ഡൺ ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഇത് ഏത് ടൈപ്പ് ഓഫ് വർക്ക് ഡൺ ആണെന്ന് പറഞ്ഞേ വേഗം. ഫോഴ്സ് ഇൻ ഡൗൺ വേ ഡയറക്ഷൻ, ഡിസ്പ്ലേസ്മെന്റ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ വർക്ക് ഡൺ എന്തായിരിക്കും? ഏത് ടൈപ്പ് വർക്ക് ഡൺ ആയിരിക്കും? തീറ്റ ഈക്വൽ ടു ഇവിടെ തീറ്റ ഈക്വൽ ടു കൊടുക്കാം, തീറ്റ ഈക്വൽ ടു 180 കൊടുക്കാം അല്ലേ? തീറ്റ ഈക്വൽ ടു 180, കാരണം ഫോഴ്സ് താഴോട്ടാണ്, ഡിസ്പ്ലേസ്മെന്റ് മുകളിലോട്ടാണ്. ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ കോസ് തീറ്റ -1 ആയിട്ട് മാറും. സോ വർക്ക് ഡൺ എന്താണ്? ഇസ് എ നെഗറ്റീവ് വർക്ക് ഡൺ. W ഈക്വൽ ടു -F into S. ക്ലിയർ? ദെൻ ദിസ് ഫോഴ്സ് ഇസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. എന്താണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഇക്വേഷൻ? ദാറ്റ് ഈസ് mg മൈനസ് mg ഇൻറ്റു ദെൻ ഡിസ്പ്ലേസ്മെന്റ്. ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? h എന്നാണ്. സോ -mgh. So work done equal to what? Work done equal to -mgh. So this work done is stored in the form of energy, that is W is equal to, or potential energy U is equal to U equal to mgh. U equal to -mgh. നമുക്ക് അതിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കാം, that is mgh. U equal to mgh. This is gravitational potential energy. ഈ പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ ചിലപ്പോൾ പോസിറ്റീവ് ആയിരിക്കാം ഓർ നെഗറ്റീവ് ആയിരിക്കാം. ഏത് പണിയാവും കേട്ടോ. പൊട്ടൻഷ്യൽ എനർജി ക്യാൻ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്, ബട്ട് കൈനറ്റിക് എനർജി ഇസ് ഓൾവേസ് പോസിറ്റീവ്. കൈനറ്റിക് എനർജി ആണെങ്കിൽ ഇസ് ഓൾവേസ് പോസിറ്റീവ് ആയിരിക്കും.
ക്ലിയർ ആണോ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി? ഒന്ന് വേഗം കമന്റ് ചെയ്തേ. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ക്ലിയർ ആണോ? ക്ലിയർ? മനസ്സിലായെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേ. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി മനസ്സിലായെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേ. ഓക്കെ, അടുത്ത ടൈപ്പാണ് സ്പ്രിംഗ് പൊട്ടൻഷ്യൽ എനർജി. പരീക്ഷയ്ക്ക് 2 മാർക്കിന് സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് സ്പ്രിംഗ് പൊട്ടൻഷ്യൽ എനർജി. സ്പ്രിംഗ് പൊട്ടൻഷ്യൽ എനർജി, ഒരു സ്പ്രിങ്ങിനെ നമ്മൾ ഒരു റിജിഡ് സപ്പോർട്ടുമായി ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, മറ്റേ എൻഡെന്നാണ് ഒരു ജസ്റ്റ് ഒരു മാസ് ബോഡിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. മാസ് ഇസ് ടേക്കൺ, സ്മോൾ മാസ് ആണ് ടേക്കൺ സെയിം. ഈ ഒരു സ്പ്രിംഗ് നോർമൽ പൊസിഷനിൽ ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കുന്നില്ല. ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ x equal to 0 ആണ്. there is no displacement in the initial case. ഇനിഷ്യൽ കേസിൽ അവിടെ ഡിസ്പ്ലേസ്മെന്റ് ഒന്നുമില്ല. ഈ ബ്ലോക്കിലോട്ട് ജസ്റ്റ് ഒരു ഫോഴ്സ് അപ്ലൈ ആണ്, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് നമ്മൾ ഇങ്ങോട്ട് അപ്ലൈ ചെയ്തു. എഫ് ബി ദി എക്സ്റ്റേണൽ ഫോഴ്സ്. ഈ ഫോഴ്സ് അപ്ലൈമെന്റ് ചെയ്യും, ഈ സ്പ്രിംഗ് ജസ്റ്റ് ഒന്ന് കംപ്രസ്ഡ് ആവും അല്ലേ. എക്സ് 0 ആയിരുന്നു, ദെൻ ഇത്രയും ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ചു. മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പോൾ ഇത്രയും ഡിസ്പ്ലേസ്മെന്റ് ആയതുകൊണ്ട് എക്സ് മാക്സ് എന്ന് ഡിനോട്ട് ചെയ്തു. അപ്പോൾ നോർമൽ പൊസിഷൻ ചെയ്യുന്ന സ്പ്രിംഗ് ആയിരുന്നു. ഈ ഡിസ്പ്ലേസ്മെന്റ് അവിടെ ഇല്ല. ഡിസ്പ്ലേസ്മെന്റ് x equal to 0 ആയിരുന്നു അല്ലേ. ഡിസ്പ്ലേസ്മെന്റ് ഇല്ല, x equal to 0. ഈ ഒരു മാസിലേക്ക് എക്സ്റ്റേണൽ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യാണ്. ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ സ്പ്രിംഗ് എന്ത് ചെയ്തു, നല്ല രീതിക്ക് കംപ്രസ്ഡ് ആയി. കംപ്രസ്ഡ് ആകുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ്, മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ദാറ്റ് ഈസ് എക്സ് മാക്സ്. മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് എന്ത് കൊടുക്കാം, എക്സ് മാക്സ് എന്ന് ഡിനോട്ട് ചെയ്യാം. മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്. സോ അങ്ങനെയാണെങ്കിൽ ഈ സ്പ്രിങ്ങിന്റെ അകത്തൊരു ഒരു ഫോഴ്സ് ക്രിയേറ്റ് ആവും. അത് ഏത് ഫോഴ്സ് ആണ്? ഈ സ്പ്രിംഗ് നല്ല രീതിയിൽ കംപ്രസ്ഡ് ആകുമ്പോൾ ഈ സ്പ്രിങ്ങിനകത്തൊരു സ്ട്രോങ് ആയിട്ടൊരു ഫോഴ്സ് ക്രിയേറ്റ് ആവും. ദ ടെൻഡൻസി ഓഫ് ഫോഴ്സ് ഈസ് കം ബാക്ക് ടു ഇസ് നോർമൽ പൊസിഷൻ. അതിനെ നോർമൽ പൊസിഷനിലോട്ട് വരാൻ വേണ്ടിയുള്ള ടെൻഡൻസി കാണിക്കും. ദാറ്റ് ഫോഴ്സ് ഈസ് കോൾഡ് റീസ്റ്റോറിംഗ് ഫോഴ്സ്. എന്ത് വിളിക്കാം നമുക്ക്? റീസ്റ്റോറിംഗ്. ദാറ്റ് ഫോഴ്സ് ഈസ് കോൾഡ് റീസ്റ്റോറിംഗ് ഫോഴ്സ്. ദ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഓഫ് എ സ്പ്രിംഗ്. എന്താണ് ഇക്വേഷൻ? ദ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഓഫ് എ സ്പ്രിംഗ് ഈസ് ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു എക്സ്. റീസ്റ്റോറിംഗ് ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താണ്? എഫ് ഇസ് ഈക്വൽ ടു മൈനസ് കെ എക്സ്. വാട്ട് ഇസ് കെ? കെ ഇസ് കോൾഡ് സ്പ്രിംഗ് കോൺസ്റ്റന്റ്. കെ വിളിക്കുന്ന പേരാണ് സ്പ്രിംഗ് കോൺസ്റ്റന്റ്. കെ ഇസ് കോൾഡ് സ്പ്രിംഗ് കോൺസ്റ്റന്റ്. ദെൻ റീസ്റ്റോറിംഗ് ഫോഴ്സിന്റെ ഡയറക്ഷൻ, ദിസ് ഇസ് റീസ്റ്റോറിംഗ് ഫോഴ്സ്. റീസ്റ്റോറിംഗ് ഫോഴ്സിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, ജസ്റ്റ് ഓപ്പോസിറ്റ്. ഡിസ്പ്ലേസ്മെന്റ് എങ്ങോട്ടാണ് സംഭവിച്ചത്? റൈറ്റിലോട്ട്. സോ ഡിസ്പ്ലേസ്മെന്റും ഫോഴ്സും രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അവിടെ എന്ത് നടക്കും? നെഗറ്റീവ് വർക്ക് നടക്കും അല്ലേ, നെഗറ്റീവ് വർക്ക് ഡൺ. സോ വർക്ക് ഡൺ ഇക്വേഷൻ ആണ് വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു എസ്, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. സോ ഇവിടുത്തെ നെഗറ്റീവ് നമ്മൾ കളയുകയാണ്. ജസ്റ്റ് ടേക്ക് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ്, ദാറ്റ് ഈസ് ഇവിടെ ടോട്ടൽ വർക്ക് ഡൺ കണ്ടുപിടിക്കണം. ടോട്ടൽ വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വർക്ക് ഡൺ ബൈ വേരിയബിൾ ഫോഴ്സിന്റെ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. വർക്ക് ഡൺ ബൈ വേരിയബിൾ ഫോഴ്സ് ദാറ്റ് ഈസ് W is equal to, that is integral xi to xf, that is work done is equal to work done equal to integral xi to xf f dx. Then substitute the value of f, force in the substitute ചെയ്തോ, that is equal to integral xi എന്താണ്? ഇനിഷ്യൽ ഡിസ്പ്ലേസ്മെന്റ്. ഇനിഷ്യൽ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? x equal to 0 ആയിരുന്നു. ഇനിഷ്യൽ ഡിസ്പ്ലേസ്മെന്റ് is 0. Then final displacement എന്താണ്? x max. Final displacement is x max. Then f into dx. What is the value of f? f equal to k into x. f ന്റെ വാല്യൂ എന്താണ്? kx. Take the modulus of force. നെഗറ്റീവ് അങ്ങ് റീപ്ലേസ് ചെയ്യാം. That is k into x into dx. Work done equal to integral 0 to x max kx into dx. ഇവിടെ k എന്തുവാണ്? k is called spring constant. ഈ സ്പ്രിംഗ് കോൺസ്റ്റന്റ് എന്ത് ചെയ്യാം? ഇന്റഗ്രൽ പുറത്തും എടുക്കാം അല്ലെ. k into ഇന്റഗ്രൽ പുറത്തു എടുത്താൽ k into integral 0 to x max into x dx. ഇനി ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം അല്ലെ. വാട്ട്സ് ഇന്റഗ്രൽ ഓഫ് x പവർ n? ഇന്റഗ്രൽ ഓഫ് x പവർ n dx. ഇന്റഗ്രൽ സ്റ്റാൻഡേർഡ് ഫോർമുല ഉണ്ട്. x പവർ n dx is equal to x പവർ n plus 1 divided by n plus 1. എന്താണ് ഇക്വേഷൻ? x പവർ n plus 1 divided by n plus 1.
ഇവിടെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടുത്തെ പവർ എത്രയാണ്? ഇവിടുത്തെ എക്സിന് പവർ 1 ആണ്. ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ് ആണെങ്കിൽ ഇവിടുത്തെ പവർ 1 ആണ്. അപ്പോൾ n ഈക്വൽ ടു 1 കൊടുക്കുക അല്ലേ? സോ എക്സ് റൈസ് ടു 1 + 1 1 + 1 ഡിവൈഡ് ബൈ 1 + 1 ദാറ്റ് ഈസ് x²/2 എന്ന് എഴുതാം. k ഈക്വൽ ടു x² ഡിവൈഡ് ബൈ 2 ലിമിറ്റ് ഈസ് ഫ്രം 0 to x max. That is left side is work done. Work done equal to again work done equal to k into limit apply the how to apply limit നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. എക്സിന് ലിമിറ്റ് അപ്ലൈ ചെയ്യണം അല്ലേ? ഇവിടുത്തെ അപ്പർ ലിമിറ്റ് എത്രയാണ്? എക്സ് മാക്സ് ആണ് അപ്പർ ലിമിറ്റ്. ലോവർ ലിമിറ്റ് ഏതാണ്? 0 ആണ്. സോ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന ഫോം എന്നാണ്? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എന്നാണ്. സോ എക്സിന് ഒരു എന്ത് കൊടുക്കാം? എക്സ് മാക്സ് x²/2 മൈനസ് ലോവർ ലിമിറ്റ് എത്രയാണ്? ലോവർ ലിമിറ്റ് 0 ആണ്. ദാറ്റ് ഈസ് 0/2. ദാറ്റ് ഈസ് 0/2. ലോവർ ലിമിറ്റ് 0 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു എന്ത് എഴുതാം? k ഇൻറ്റു എക്സ് മാക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ 2. വർക്ക് ഡൺ ഇക്വേഷൻ കിട്ടി. വർക്ക് ഡൺ ഈക്വൽ ടു ദാറ്റ് ഈസ് ഹാഫ് k x മാക്സ് സ്ക്വയർ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് സ്ക്വയർ. ദിസ് വർക്ക് ഡൺ ഈസ് സ്റ്റോർഡ് ഇൻ ദി ഫോം ഓഫ് പൊട്ടൻഷ്യൽ എനർജി. ഇതാണ് എന്തായിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നത്? പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. ദെയർഫോർ u ഈക്വൽ ടു ഹാഫ് kx². ദിസ് ഈസ് ദി സ്പ്രിംഗ് പൊട്ടൻഷ്യൽ എനർജി. എന്താണ് സ്പ്രിംഗ് പൊട്ടൻഷ്യൽ ഇക്വേഷൻ? u ഈക്വൽ ടു ഹാഫ് kx². u ഈക്വൽ ടു ഹാഫ് kx². ക്ലിയർ ആണോ ഇത്? സ്പ്രിംഗ് പൊട്ടൻഷ്യൽ എനർജി ക്ലിയർ ആണോ? Spring potential energy is equal to half kx². Okay. മനസ്സിലായെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേ. സ്പ്രിംഗ് പൊട്ടൻഷ്യൽ എനർജി മനസ്സിലായെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേ. ഈ ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു ടോപ്പിക്കാണ് പവർ. എന്താണ് പവർ എന്ന് വെച്ചാൽ? എന്താണ് പവർ? ദ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് ഈസ് കോൾഡ് പവർ. എന്താണ് പവർ? ദ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് ഈസ് കോൾഡ് പവർ. ദാറ്റ് ഈസ് പവർ ഈസ് ഈക്വൽ ടു ഇക്വേഷൻ അറിയാം അവർക്ക് എന്ന് പറഞ്ഞ ഇക്വേഷൻ എന്താണ്? ഇക്വേഷൻ പവർ ഈക്വൽ ടു വർക്ക് ബൈ ടൈം. ദ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് ഈസ് കോൾഡ് പവർ. ദാറ്റ് ഈസ് പവർ ഈക്വൽ ടു വർക്ക് ബൈ ടൈം. P ഈക്വൽ ടു W/T, power equal to work by time. Then what is the SI unit of this power? Power in the SI unit എന്താണ്? SI unit of power is watt. എന്താണ്? SI unit of power എന്താണ്? Watt ആണ്. SI unit of power is watt. അങ്ങനെയാണെങ്കിൽ ഇത് സ്കേലാർ ക്വാണ്ടിറ്റി ആണോ വെക്റ്റർ ക്വാണ്ടിറ്റി ആണോ? പവർ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഏത് ക്വാണ്ടിറ്റി ആണ്? സ്കേലാർ ഓർ വെക്റ്റർ? പവർ ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. ഏതാണ്? പവർ ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. Power is a scalar quantity. Then what is the value of 1 kilowatt? 1 kilowatt എത്രയാണ്? 1 kilowatt equal to 1000 watt ആണ് അല്ലേ? 1 kilowatt equal to 1000 watt. അങ്ങനെയാണെങ്കിൽ what is 1 HP? 1 horsepower. 1 HP is equal to 746 watt. എത്രയാണ്? 746 watt. 1 HP equal to 746 watt. അപ്പോൾ എനിക്ക് നോക്കിക്കേ എന്താണ് പവർ? പവർ ഈക്വൽ ടു വർക്ക് ബൈ ടൈം ആണ്. Power equal to work by time, that is power equal to what? Power equal to W/T. Then SI unit എന്താണ്? SI unit is what? SI unit എന്താണ്? പവറിന്റെ SI unit watt ആണ്. Then it is a scalar quantity അല്ലേ? പവർ എന്ന് പറയുന്നത് ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. ഇനി പരീക്ഷയിൽ ചോദിക്കാം, വൺ വേണ്ടി ചോദിക്കാം, വാട്ട് ഈസ് 1 kilowatt? എന്താണ് വാല്യൂ? 1 kilowatt ഈക്വൽ ടു 1000 വാട്ട് ആണ്. അതുപോലെ 1 HP 1 ഹോഴ്സ് പവർ എത്രയാണ്? 1 ഹോഴ്സ് പവർ ഇസ് ഈക്വൽ ടു 746 വാട്ട്. Then അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് എ ഡയമെൻഷണൽ ഫോർം ഓഫ് പവർ? ഡയമെൻഷണൽ ഫോർമുല. ഓക്കെ, ഡയമെൻഷണൽ ഫോർമുല എന്താണ്? പവറിന്റെ ഡയമെൻഷണൽ ഫോർമുല ദാറ്റ്സ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം ആണ് ഫോർമുല. വർക്കിന്റെ ഡയമെൻഷണൽ ഫോർമുല അവിടെ കണ്ടുപിടിച്ചു. എന്താണ്? mL²T⁻² അല്ലേ? mL²T⁻² ആണ് പവറിന്റെ ഡയമെൻഷണൽ ഫോർമുല, വർക്കിന്റെ ഡയമെൻഷണൽ ഫോർമുല. ദാറ്റ് ഈസ് വർക്ക് ബൈ ടൈം ആണ് ഡിവൈഡ് ബൈ ടൈം. ടൈമിന് എന്താണ്? T.
ടൈമിന്റെ ഡയമെൻഷൻ ഫോർമുല എന്താണ്? ടി ആണ്. ഈ ടി അങ്ങ് മോളിൽ ചെല്ലുമ്പോൾ എന്തായിട്ട് മാറും? മൈനസ് ആയിട്ട് മാറും. ദാറ്റ് ഈസ് ഡയമെൻഷണൽ ഫോർമുല ഓഫ് പവർ ഈസ് എം എൽ സ്ക്വയർ ടി റൈസ് ടു മൈനസ് 2. m L square t raised to minus 2. This is the dimensional formula of power. Clear ആണോ ഇത്? മനസ്സിലായത്? Another one is the relation between power and velocity. പവറും വെലോസിറ്റിയും തമ്മിലുള്ള relation between power and velocity. Power equal to what? Power equal to work by time. അല്ലേ? Power equal to work by time. That's equal to work in formula എന്താണ്? Force into displacement into cosine, cos function, that is cos theta, divided by time. Fs cos theta divided by time. Time is t. ഇവിടെ s by t, displacement by time. ഇവിടെ s displacement ആണ്, t time ആണ്. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്ന് വെച്ചാൽ വെലോസിറ്റി ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ പവർ ഈക്വൽ ടു എഫ് ഇൻറ്റു വി കോസ് തീറ്റ അല്ലേ? എഫ് ബി കോസ് തീറ്റ. സോ റിലേഷൻ ബിറ്റ്വീൻ പവർ ആൻഡ് വെലോസിറ്റി എന്താണ്? പി ഈക്വൽ ടു എഫ് ബി കോസ് തീറ്റ. ഇതിന് വെക്ടർ ഫോം ആണെങ്കിൽ എഴുതാം പവർ ഈക്വൽ ടു വെക്ടർ എഫ് ഡോട്ട് വെക്ടർ വി, എഫ് ഡോട്ട് വി. പവർ ഈക്വൽ ടു വെക്ടർ എഫ് ഡോട്ട് വെക്ടർ വി. അപ്പോൾ ഈ ഇക്വേഷനൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കണം. അപ്പോൾ എന്താണ് ഇക്വേഷൻസ്? പവർ ഇസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം എന്നാണ്, ദാറ്റ് ഈസ് പവർ ഈക്വൽ ടു ഡബ്ല്യു ബൈ ടി. ദെൻ രണ്ടാമത്തെ ഇക്വേഷൻ പവർ ഇസ് ഈക്വൽ ടു എഫ് ബി കോസ് തീറ്റ, അല്ലെങ്കിൽ വെക്ടർ ഫോം എന്താണ്? പവർ ഈക്വൽ ടു വെക്ടർ എഫ് ഡോട്ട് വെക്ടർ വി. ക്ലിയർ ആണോ പവർ? ക്ലിയർ ആണോ? ദെൻ നെക്സ്റ്റ് ടോപ്പിക് ഇസ് കൊളിഷൻ. ഈ ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻറ്റ് മറ്റൊരു ടോപ്പിക്കാണ് കൊളിഷൻ. അപ്പോൾ കൊളിഷൻ നമുക്കറിയാലേ, രണ്ട് വസ്തുക്കൾ തമ്മിൽ എന്ത് ചെയ്യാന്ന് പരസ്പരം കൂട്ടിയിടിക്കുന്നതൊക്കെ എന്ത് വിളിക്കാതെ കൊളിഷൻ എന്ന് പറയാം. ഈ കൊളിഷനിൽ രണ്ട് ടൈപ്പ് ഓഫ് കൊളിഷൻ ആണ് നമുക്ക് വരുന്നത്. ഏതൊക്കെയാണ്? ഒന്നാമത്തെ ഇലാസ്റ്റിക് കൊളിഷനും രണ്ടാമത്തെ ടൈപ്പ് ഏതാണ്? ഇൻഇലാസ്റ്റിക് കൊളിഷനും. ഇലാസ്റ്റിക് കൊളിഷൻ ആൻഡ് ഇൻഇലാസ്റ്റിക് കൊളിഷൻ. അപ്പോൾ പരീക്ഷയിൽ ചോദിക്കാം എന്താണ് ഇലാസ്റ്റിക് കൊളിഷൻ, എന്താണ് ഇൻഇലാസ്റ്റിക് കൊളിഷൻ ചോദിച്ചാൽ എന്ത് പറയാം? വാട്ട് ഇസ് ഇലാസ്റ്റിക്? വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇലാസ്റ്റിക് ആൻഡ് ഇൻഇലാസ്റ്റിക് കൊളിഷൻ? ഇലാസ്റ്റിക് കൊളിഷൻ ആണെങ്കിൽ അവിടെ എന്തൊക്കെ കൺസേർഡ് ആയിരിക്കും? മൊമെന്റം ആൻഡ് കൈനറ്റിക് എനർജീസ് ആർ കൺസേർഡ് അല്ലേ? മൊമെന്റവും കൈനറ്റിക് എനർജിയും എന്തായിരിക്കും? കൺസർവ്ഡ് ആയിരിക്കും. ബോത്ത് മൊമെന്റം ആൻഡ് കൈനറ്റിക് എനർജീസ് ആർ കൺസേർഡ്. ഇവിടെ മൊമെന്റവും കൈനറ്റിക് എനർജിയും കൺസേർഡ് ആണെങ്കിൽ അങ്ങനെയുള്ള കൊളിഷൻ നമുക്ക് എന്ത് വിളിക്കാതെ? ഇലാസ്റ്റിക് കൊളിഷൻ എന്ന് പറയാം. ഇലാസ്റ്റിക് കൊളിഷൻ. എന്താണ് ഇൻഇലാസ്റ്റിക് കൊളിഷൻ? ഇൻഇലാസ്റ്റിക് കൊളിഷൻ ഇവിടെ മൊമെന്റം മാത്രം കൺസേർഡ് ആയിരിക്കും. മൊമെന്റം ഈസ് കൺസേർഡ്. മൊമെന്റം കൺസേർഡ് ആയിരിക്കും. കൈനറ്റിക് എനർജീസ് നോട്ട് കൺസേർഡ്. കൈനറ്റിക് എനർജി കൺസേർഡ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കൊളിഷൻ നമുക്ക് എന്ത് വിളിക്കാതെ? ഇൻഇലാസ്റ്റിക് കൊളിഷൻ. അപ്പൊ രണ്ട് ടൈപ്പ് ഓഫ് കൊളിഷൻ ആണുള്ളത്. ഏതൊക്കെയാണ്? ഇലാസ്റ്റിക് കൊളിഷൻ ആൻഡ് ഇൻഇലാസ്റ്റിക് കൊളിഷൻ. ഇലാസ്റ്റിക് കൊളിഷൻ ആണെങ്കിൽ മൊമെന്റവും അതുപോലെ കൈനറ്റിക് എനർജിയും എന്താണ്? കൺസേർഡ് ആയിരിക്കും. രണ്ടും കൺസേർഡ് ആണെങ്കിൽ അതിനെ ഇലാസ്റ്റിക് എന്ന് പറയാം. മൊമെന്റം മാത്രം കൺസേർഡ് ആണെങ്കിൽ അതിനെ എന്ത് വിളിക്കാതെ? ഇൻഇലാസ്റ്റിക് കൊളിഷൻ എന്ന് പറയാം. നമുക്ക് ഇതിനകത്ത് ഒരു ലെങ്തി ആയിട്ടുള്ള ഡെറിവേഷൻ പഠിക്കാനുണ്ട്. കൊളിഷൻ ഇൻ വൺ ഡയമെൻഷൻ, 1D അല്ലേ? അപ്പോൾ അതിന്റെ ഡെറിവേഷൻ ലെങ്തി ആയിട്ടുള്ള ഡെറിവേഷൻ ആണ്. അപ്പം ആ ഡെറിവേഷൻ എന്ത് ചെയ്യണം? ഒന്ന് നോക്കി മനസ്സിലാക്കിയിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്. അത് വെച്ചിട്ട് ചിലപ്പം പ്രോബ്ലം എക്സാമിന് ചോദിക്കാം. അതിന്റെ ലാസ്റ്റ് ഇക്വേഷൻ ഇവിടെ എഴുതുവാണ്. നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് ലാസ്റ്റ് ഡെറിവേഷൻ, ലാസ്റ്റ് ഇക്വേഷൻ. Then collision in one dimension, final velocity of the first object, that is v1 equal to, that is m1 minus m2 divided by m1 plus m2 into u1 plus 2m2 divided by m1 plus m2 into u2. Angle what is v2? v2 is equal to m2 minus m1 divided by m1 plus m2 then into u2 plus 2m1 divided by m1 plus m2 into u1. അപ്പോൾ ഈ രണ്ട് വാല്യൂസ് ഫൈനൽ വെലോസിറ്റി v1 v2 വരുന്ന ഒരു എക്സ്പ്രഷൻ ഉണ്ട്. ലെങ്തി ആയിട്ടുള്ള ഡെറിവേഷൻ ആണ്. നിങ്ങൾ എന്ത് ചെയ്യണം? എക്സ് ആൻഡ് ഓം ഈ ഒരു ഇക്വേഷൻ കൂടെ എന്ത് ചെയ്യണം? നോക്കി പഠിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. നമ്മുടെ വർക്ക് പവർ എനർജിക്കകത്ത് ഇമ്പോർട്ടൻറ്റ്
ഏരിയക്കകത്ത് വരുന്നത്. ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഇത്രയും ക്ലിയർ ആയോ നമുക്ക്? കൊളിഷൻ വരെയുള്ള കാര്യങ്ങൾ അത്രയും ക്ലിയർ ആയോ? ഓക്കെ. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്. ഇവിടെ കുറച്ച് വാല്യൂസ് മിസ്സിംഗ് ആണ്. നോക്കിയിട്ടൊന്ന് വേഗം കമൻറ്റ് ചെയ്തേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഫ് ഡോട്ട് എസ് സ്കേലാർ ക്വാണ്ടിറ്റി. എഫ് ഡോട്ട് എസ് എന്ന് പറഞ്ഞാൽ ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഫോർമുലയാണ് എഫ് ഡോട്ട് എസ്? ഒന്ന് വേഗം വേഗം കമൻറ്റ് ചെയ്തേ. ഇവിടെ എന്ത് വരും? എ പാർട്ടിൽ എന്ത് വരും? എഫ് ഡോട്ട് എസ് അതൊരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. ഏതിൻ്റെ ഇക്വേഷൻ ആണോ എഫ് ഡോട്ട് എസ്? ഒന്ന് വേഗം കമൻറ്റ് ചെയ്തേ. എല്ലാവരും വേഗം വേഗം ഒന്ന് കമൻറ്റ് ചെയ്തേ. എന്താണ് എഫ് ഡോട്ട് എസ്? നമ്മുടെ ആദ്യ ടോപ്പിക്കാണ്. എന്താണ്? വർക്ക് അല്ലേ? വർക്കിൻ്റെ ഇക്വേഷനാണ്. ദറ്റ് ഈസ് എഫ് ഡോട്ട് എസ്. സോ ഫസ്റ്റ് വൺ ഈസ് വർക്ക്. വർക്കിൻ്റെ ഫോർമുലയാണ് ഇവിടെ എന്ത് പറയുന്നത്? എഫ് ഡോട്ട് എസ്. വർക്ക് ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. വർക്ക് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. വർക്ക്. ദെൻ രണ്ടാമത് നോക്കിയ മാസ് എം, മൊമെന്റം പി, കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു എമ്മും മൊമെന്റവും റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ. ഓക്കെ, വർക്ക്. വെരി ഗുഡ്. ഓക്കെ, മഹിമ സിൽവ. കൈനറ്റിക് എനർജിയും മൊമെന്റവും തമ്മിൽ ഇക്വേഷൻ. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഇക്വേഷൻ എന്ന് പറഞ്ഞ് വേഗം. കൈനറ്റിക് എനർജിയും മൊമെന്റവും തമ്മിലുള്ള റിലേഷൻ. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു kinetic energy is equal to p square by 2m അല്ലേ? kinetic energy is equal to p square by 2m. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഡാഷ് കൊളിഷൻ. ഏതൊരു കൊളിഷൻ ആണ്, അതിൽ മൊമെന്റം കൺസേർഡ് ആണ്, അതുപോലെ എനർജിയും കൺസേർഡ് ആണ്. മൊമെന്റവും എനർജിയും കൺസേർഡ് ആണെങ്കിൽ അത് ഏത് ടൈപ്പ് ഓഫ് കൊളിഷൻ ആയിരിക്കും? സിൽവ ഹാഫ് എം വി സ്ക്വയർ ആണോ? അത് കൈനറ്റിക് എനർജി അല്ലേ? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ. ഹാഫ് എം വി സ്ക്വയർ. ഇവിടെ ചോദിച്ചിരുന്നത് മൊമെന്റവും മാസും പറയുന്നുണ്ട് അല്ലേ? മൊമെന്റവും മാസും റിലേറ്റ് ചെയ്യുന്ന കൈനറ്റിക് എനർജി ഇക്വേഷൻ അതേതാണ്? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു പി സ്ക്വയർ ബൈ 2m. ഞാൻ രണ്ട് ഇക്വേഷൻ പറഞ്ഞായിരുന്നു. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു പി സ്ക്വയർ ബൈ 2m. ഓക്കെ, ഇലാസ്റ്റിക് അല്ലേ? ഡാഷ് കൊളിഷൻ അതൊരു ഇലാസ്റ്റിക് കൊളിഷൻ ആണ്. ഇലാസ്റ്റിക് കൊളിഷൻ. ഇലാസ്റ്റിക് കൊളിഷൻ. ദെൻ യൂണിറ്റ് ഓഫ് പവർ. പവറിന്റെ യൂണിറ്റ് 746 വാട്ട് എന്ന് പറയുന്നുണ്ട്. ഈ 746 വാട്ട് ഏതിൻ്റെയാണ്? എന്താണ് 746 വാട്ട് എന്ന് പറയുന്നത്? ഡാഷ് ഈക്വൽ ടു 746 വാട്ട്. ഓക്കെ ഓക്കെ, 746 വാട്ട് എന്താണ്? എച്ച് പി അല്ലേ? 1 ഹോഴ്സ് പവർ ഈക്വൽ ടു 746 വാട്ട്. എച്ച് പി ഈക്വൽ ടു ഓക്കെ സിൽവ 1 എച്ച് പി ഈക്വൽ ടു 746 വാട്ട്. അടുത്ത ക്വസ്റ്റ്യൻ ബോഡി ഓഫ് മാസ് എം, ഹൈറ്റ് എച്ച്. ഇപ്പം മാസും ഹൈറ്റും പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ. ഓക്കെ മഹിമ, അരുൺ. പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു ഹൈറ്റും മാസും പറഞ്ഞാൽ എന്താണ് പൊട്ടൻഷ്യൽ എനർജിയുടെ ഫോർമുല? പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു എം ജി എച്ച്. പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു എം ജി എച്ച്. Then last one is power. Power equal to dash is a scalar quantity. പവറിൻ്റെ ഒരു ഫോർമുല ചോദിച്ചിരിക്കുന്നത്. ഓക്കെ മഹിമ, എം ജി എച്ച്. പവർ ഈക്വൽ ടു വാട്ട്? പവർ ഈക്വൽ ടു പവറിൻ്റെ രണ്ട് ഫോർമുല പഠിച്ചായിരുന്നു. എന്താണ്? ഒന്നാമത് വർക്ക് ബൈ ടൈം എന്ന് എഴുതാം, അല്ലെങ്കിൽ പവർ ഈക്വൽ ടു
ഫോഴ്സിന് വെലോസിറ്റി എഴുതാം, എഫ് ഇൻറ്റു വി അല്ലേ, എഫ് ഡോട്ട് വി എന്ന് എഴുതാം. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സോ എല്ലാ വാല്യൂസും നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ക്ലിയർ ആണോ? ഇത് ക്ലിയർ ആണോ? ഇത് മനസ്സിലായോ? ഇത് വർക്ക് ബൈ ടൈം. ഓക്കെ സിൽവ. Then next, അടുത്ത filling the blanks again. Water stored in a dam, potential energy ആണ് dash. എന്താണ് ഇക്വേഷൻ? പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ. പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? പൊട്ടൻഷ്യൽ എനർജിയുടെ ഒരു എക്സാമ്പിൾ ആണ് വാട്ടർ സ്റ്റോർഡ് ഇൻ എ ഡാം. ദാറ്റ് ഈസ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു ഫോർമുല, പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു എം ജി എച്ച് അല്ലേ. വാട്ടർ സ്റ്റോർഡ് ഇൻ എ ഡാം, പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു എം ജി എച്ച്. The second one is dash kinetic energy E equal to half mv square. അപ്പോൾ ഇക്വേഷൻ ഹാഫ് എം വി സ്ക്വയർ ആണ്, കൈനറ്റിക് എനർജി ആണ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ, ഒരുപാട് എക്സാമ്പിൾ എഴുതാം അല്ലേ. ഓക്കെ, ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എഴുതാം. എ കാർ ഈസ് മൂവിങ് അലോങ് എ സ്ട്രേറ്റ് റോഡ്. മൂവിങ് ആണെങ്കിൽ അത് ഏതെങ്കിലും എക്സാമ്പിൾ ആയിരിക്കും? കൈനറ്റിക് എനർജി എക്സാമ്പിൾ ആയിരിക്കും. സോ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എന്ത് ഇവിടെ എഴുതിക്കോ, എ കാർ മൂവിങ് അലോങ് എ സ്ട്രേറ്റ് റോഡ്. ദെൻ നെക്സ്റ്റ് ഈസ് മാസ് ഈക്വൽ ടു 10 കിലോഗ്രാം. ദെൻ ആക്സലറേഷൻ ഈക്വൽ ടു, ആക്സലറേഷൻ കണ്ടുപിടിക്കാനുള്ളതാണ് കേട്ടോ, ആക്സലറേഷൻ കണ്ടുപിടിക്കണം. ഫോഴ്സ് ഈസ് ഈക്വൽ ടു 10 ന്യൂട്ടൺ. അപ്പോൾ ഫോഴ്സ് 10 ന്യൂട്ടൺ ആണെന്ന് പറയുന്നുണ്ട്, ആക്സലറേഷൻ കണ്ടുപിടിക്കണം. ദെൻ മാസ് ഈസ് ഈക്വൽ ടു 10 കിലോഗ്രാം. ഒന്ന് വേഗം കണ്ടുപിടിച്ച് പറഞ്ഞേ. എഫ് ഇസ് ഈക്വൽ ടു ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാം? എഫ് ഇസ് ഈക്വൽ ടു എം എ എന്ന റിലേഷൻ യൂസ് ചെയ്ത് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ആക്സലറേഷൻ? ആക്സലറേഷൻ ഈക്വൽ ടു, ഈ മാസ് ഇപ്പത്തോട് ചെല്ലുമ്പോൾ എന്നായിട്ട് മാറും? ഫോഴ്സ് ഡിവൈഡഡ് ബൈ മാസ് ആയിട്ട് മാറും. എ ഈക്വൽ ടു എഫ് ബൈ എം. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിച്ച് വേഗം കണ്ടുപിടിച്ച് ആക്സലറേഷൻ എത്രയാണെന്ന് പറഞ്ഞേ. ആക്സലറേഷൻ ഈക്വൽ ടു ഹൗ മച്ച്? ആക്സലറേഷൻ ഈക്വൽ ടു ഒന്ന് വേഗം കമൻറ്റ് ചെയ്തേ. 1. വെരി ഗുഡ് അല്ലേ. ഫോഴ്സ് ഈസ് 10 ഡിവൈഡഡ് ബൈ മാസും 10 ആണ്. 10 കട്ട് ചെയ്തപ്പോൾ ദാറ്റ്സ് ഈക്വൽ ടു 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ആക്സലറേഷൻ ഈക്വൽ ടു 1 മീറ്റർ വരുന്ന 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ദെൻ ലാസ്റ്റ് വൺ, ലിഫ്റ്റ് ഫോഴ്സ് ഫ്രീലി എ ഈക്വൽ ടു ജി. ഒരു ഫ്രീലി ഫാളിംഗ് ഒബ്ജക്റ്റ് ആണ്, ഫ്രീ ഫോൾ ആണ്. എ ഈക്വൽ ടു ജി ആണെങ്കിൽ ആർ, നോർമൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു എം ഇൻറ്റു ജി ആണ് അല്ലേ. നോർമൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ ആണ് ആർ ഈക്വൽ ടു എം ജി. അപ്പോൾ ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ ആണോ? ഇത് ഈ പറഞ്ഞ കാര്യങ്ങൾ അത്രയും ക്ലിയർ ആണോ? ഓക്കെ, ഇതോടെ നമ്മുടെ വർക്ക് പവർ എനർജി ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത ചാപ്റ്റർ ആണ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ. ഈ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് റൊട്ടേഷണൽ മോഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ഈ ഒരു പാർട്ടിൽ നിന്നാണ്. നമുക്ക് ഏതൊക്കെയാണെന്ന്. ഒന്നാമത്തെ ടോപ്പിക് സെൻറ്റർ ഓഫ് മാസ്. നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ ഇത്രയും ടോപ്പിക്ക് കവർ ചെയ്തിട്ട് മാത്രമേ എക്സാമിന് പോകാവൂ. സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിനകത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഇത്രയും പാർട്ടിൽ നിന്നാണ്. എന്താണ് സെൻറ്റർ ഓഫ് മാസ് നോക്കുക, ടോർക്ക് ആൻഡ് ഇക്വേഷൻ, ആംഗുലർ മൊമെന്റം ആൻഡ് ഇക്വേഷൻ, റിലേഷൻ ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലർ മൊമെന്റം, കൺസർവേഷൻസ് ഓഫ് ആംഗുലർ മൊമെന്റം, മൊമെന്റ് ഓഫ് ഇനർഷ്യ. ഇത്രയും ടോപ്പിക്ക് ഈ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ 1/9 നോക്കാം. ഫസ്റ്റ് വൺ ഈസ് സെന്റർ ഓഫ് മാസ്. എന്താണ് സെന്റർ ഓഫ് മാസ്? അപ്പോൾ സെന്റർ ഓഫ് മാസ് എന്ന് വെച്ചാൽ the entire mass of the body can be concentrated to a fixed point. ഇപ്പോൾ ഏതെങ്കിലും ഒരു റിജിഡ് ബോഡി എടുക്കുമ്പോൾ ആ റിജിഡ് ബോഡിയിൽ ടോട്ടൽ മാസ് ഓഫ് ദറ്റ് റിജിഡ് ബോഡി, ആ ഒരു റിജിഡ് ബോഡിയുടെ ടോട്ടൽ മാസ് ഒരൊറ്റ പോയിന്റിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് എന്തുവാ? സെന്റർ ഓഫ് മാസ്. ദ എൻറ്റയർ മാസ് ഓഫ് ദാറ്റ് റിജിഡ് ബോഡി കോൺസെൻട്രേറ്റഡ് ടു എ ഫിക്സഡ് പോയിന്റ്, ദാറ്റ് ഈസ് കോൾഡ് സെന്റർ ഓഫ് മാസ്.
അപ്പോൾ ഈ സെന്റർ ഓഫ് മാസ് വെച്ചിട്ട് ഒന്നുകിൽ അതിന്റെ ഇക്വേഷൻ ചോദിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രോബ്ലം ചോദിക്കാം. രണ്ടിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും, ഈ സെന്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞ ടോപ്പിക് അതിനുണ്ടാവും. അപ്പൊ എന്താണ് സെന്റർ ഓഫ് മാസ് എന്ന് വെച്ചാൽ ദ എൻറ്റയർ മാസ് ഓഫ് ദ ബോഡി, ആ ഒരു റിജിഡ് ബോഡിയിലെ ടോട്ടൽ മാസ് എന്ന് പറയുന്നത് ഇസ് കോൺസെൻട്രേറ്റഡ് ടു എ ഫിക്സഡ് പോയിന്റ്. ഒരൊറ്റ പോയിന്റ് എന്ത് ചെയ്യും, കേന്ദ്രീകരിച്ചിരിക്കും. ആ ഒരു പോയിന്റ് വിളിക്കുന്നവരാണ് സെന്റർ ഓഫ് മാസ്. ഇവിടെ നോക്കിയോ, സെന്റർ ഓഫ് മാസിന് വൺ ഡയമെൻഷൻ, ഒരു വൺ ഡയമെൻഷനിൽ സെന്റർ ഓഫ് മാസിന്റെ ഇക്വേഷൻ ഒക്കെ ആവശ്യമാണ്, പ്രോബ്ലം ചെയ്യാനൊക്കെ ഇവിടെ യൂസ് ചെയ്യാം. സെന്റർ ഓഫ് മാസ് ഇൻ വൺ ഡയമെൻഷൻ, സെന്റർ ഓഫ് മാസ് ഇൻ വൺ ഡയമെൻഷൻ ആണെങ്കിൽ വൺ ഡയമെൻഷൻ മീൻസ് ഇവിടെ രണ്ട് ബോഡി എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ബോഡിയുടെ മാസ് m1 ആണ്, സെക്കൻഡ് ബോഡിയുടെ മാസ് m2 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ബോഡിയുടെ സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കണം. ഇവിടുത്തെ ആക്സിസ് എന്താണ്, ഇതാണ് ആക്സിസ്. ഈ ആക്സിസ് തൊട്ട് അല്ലെങ്കിൽ ഒറിജിൻ തൊട്ട് ഫസ്റ്റ് ബോഡിയുടെ ഡിസ്റ്റൻസ് എത്രയാണ്, x1 ആണ്. x1 ബി ദ ഡിസ്റ്റൻസ് ഫ്രം സെന്റർ, അല്ലെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം, ആക്സിസ് അല്ലെങ്കിൽ ഒറിജിൻ ടു ദാറ്റ് മാസ്. ആ ഒറിജിൻ തൊട്ട് ആ മാസ് വരെ ഡിസ്റ്റൻസ് ആണ് എന്താണ്, x1. അതുപോലെ സെന്റർ തൊട്ട് ആ സെക്കൻഡ് മാസ് വരെ ഡിസ്റ്റൻസ് ആണ് m2 ബി ദ ഡിസ്റ്റൻസ് ഫ്രം ഒറിജിൻ ടു സെക്കൻഡ് മാസ്. അങ്ങനെയാണെങ്കിൽ സെന്റർ ഓഫ് മാസ് ഇൻ വൺ ഡയമെൻഷൻ xcm ഇസ് ഈക്വൽ ടു, ഇക്വേഷൻ എന്താണ്, m1 x1 പ്ലസ് m2 x2 ഡിവൈഡഡ് ബൈ m2 x2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. ഓക്കെ, സെന്റർ ഓഫ് മാസ് ഇൻ വൺ ഡയമെൻഷൻ ഇക്വേഷൻ എന്താണ്, ദാറ്റ് ഈസ് xcm is equal to m1 x1 plus m2 x2 divided by m1 plus m2. ഇനി ടു ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ എന്ത് പറയാം, നമുക്ക് y ആക്സിസ് എടുക്കാം, y ആക്സിസോടെ, ദാറ്റ് ഈസ് ycm is equal to m1 y1 plus m2 y2 divided by m1 plus m2. So center of mass in y direction. ഇനി z direction ആണെങ്കിലോ zcm is equal to m1 z1 plus m2 z2 divided by m1 plus m2. So this is x-axis, y-axis, z-axis. ഈ ത്രീ ഡയമെൻഷൻ ആണെങ്കിൽ, ഇൻ ത്രീ ഡയമെൻഷണൽ കേസ്, ഇൻ 3D ആണെങ്കിൽ സെന്റർ ഓഫ് മാസ് നമുക്ക് എന്ത് ചെയ്യും, RCM കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. RCM is equal to m1 r1 plus m2 r2 divided by m1 plus m2. അപ്പോൾ ഇത്രയും പോയിന്റ്സ് എന്ന് ഓർമ്മിച്ച് വെച്ച് എന്താണ് സെന്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞു. സെന്റർ ഓഫ് മാസ് ഇൻ വൺ ഡയമെൻഷണൽ ഇക്വേഷൻ, ടു ഡയമെൻഷൻ വെച്ചാൽ എക്സ് വൈയും ചേർന്ന ടു ഡയമെൻഷൻ, എക്സും വൈയും സെറ്റ് വന്നാൽ എന്തായി മാറി, ത്രീ ഡയമെൻഷൻ. അപ്പോൾ ത്രീ ഡയമെൻഷനെ പോസിറ്റീവ് വെക്ടർ കൊണ്ട് ഡിനോട്ട് ചെയ്യാണ് RCM. RCM is equal to m1 r1 plus m2 r2 divided by m1 plus m2. This is center of mass. ക്ലിയർ ആണോ? അത് സെന്റർ ഓഫ് മാസ് ക്ലിയർ ആണോ? ഇപ്പോൾ സെന്റർ ഓഫ് മാസ് വെച്ചിട്ടൊരു പ്രോബ്ലം ആണ്. നോക്കി, സെന്റർ ഓഫ് മാസ് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. ഇൻ ദി HCl molecule, the separation between the nuclei of two atom is 1.27 angstrom. Calculate the approximate locations of the center of mass of the molecule. Given chlorine atom is nearly 35.5 times massive as hydrogen atom. ഇവിടെ ഒരു HCl മോളിക്യൂൾ ഇരിപ്പുണ്ട്, HCl മോളിക്യൂൾ, ഹൈഡ്രോക്ലോറിക് മോളിക്യൂൾ ഇരിപ്പുണ്ട്. അപ്പോൾ ഒരു ലീനിയർ ടൈപ്പ് മോളിക്യൂൾ ആണ് അല്ലേ HCl. അപ്പോൾ ഹൈഡ്രജൻ ഇരിപ്പുണ്ട്, ക്ലോറിൻ ഇരിപ്പുണ്ട്, ഹൈഡ്രജൻ ആൻഡ് ക്ലോറിൻ. ദെൻ ദ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ ന്യൂക്ലിയ ഓഫ് ടു ആറ്റംസ്, ഈ ഹൈഡ്രജനും ക്ലോറിനും തമ്മിലുള്ള സെപ്പറേഷൻ ക്വസ്റ്റ്യൻ എത്ര പറയുന്നുണ്ട്, 1.27 ആങ്സ്ട്രോം. അപ്പോൾ ഈ രണ്ട് മോളിക്യൂൾസ് തമ്മിലുള്ള സെപ്പറേഷൻ, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഹൈഡ്രജൻ ആൻഡ് ഏതാണ്, ക്ലോറിൻ. ഈ ഹൈഡ്രജനും ക്ലോറിൻ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്, ദാറ്റ്സ് ഈക്വൽ ടു 1.27 ആങ്സ്ട്രോം. ഹലോ, 1.27 ആങ്സ്ട്രോം. Then calculate the approximate locations of center of mass of the molecule. അങ്ങനെയാണെങ്കിൽ ഈ ഹൈഡ്രജൻ ക്ലോറിൻ്റെയും ഇടയ്ക്കുള്ള ഏതോ ഒരു പോയിന്റ്, ആ പോയിന്റിൽ സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കണം, XCM എന്ന് കണ്ടുപിടിക്കണം. ഫൈൻഡ് ദിസ് XCM. Then chlorine atom is nearly 35.5 times massive as hydrogen atom. ഇവിടെ മാസ് ഓഫ് ക്ലോറിൻ പറയുന്നുണ്ട്. മാസ് ഓഫ് ക്ലോറിൻ ആറ്റം is equal to 35.5 times as mass of hydrogen atom. അല്ലേ, ക്വസ്റ്റിൽ മാസ് പറയുന്നുണ്ട്, ക്ലോറിൻ്റെ മാസ് എത്രയാണ്, മാസ് ഓഫ് ക്ലോറിൻ ആറ്റം is equal to, ഹായ് രാജേഷ്,
മാസ് ഓഫ് ക്ലോറിൻ ആറ്റം ഈസ് ഈക്വൽ ടു 35.5 ടൈംസ് ഓഫ് മാസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഈ മാസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം ഈസ് ടേക്കൺ as mh. മാസ് ഓഫ് ഹൈഡ്രജൻ എന്ത് കൊടുക്കുക? മാസ് ഓഫ് ഹൈഡ്രജൻ പറയുന്നില്ല, ജസ്റ്റ് എന്ത് കൊടുത്താൽ മതി? mh എന്ന് കൊടുക്കുക. മാസ് ഓഫ് ക്ലോറിൻ ആറ്റം ഈക്വൽ ടു 35.5 mh ആക്കി എടുക്കുക. ഇനി സെൻറ്റർ ഓഫ് മാസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ XCM ഇസ് ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ? തൊട്ട് മുന്നേ നമ്മൾ എഴുതിയ ഇക്വേഷൻ ആണ് m1 x1 പ്ലസ് m2 x2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 അല്ലേ? എന്താണ് m1? മാസ് ഓഫ് ഫസ്റ്റ് ആറ്റം. എന്താണ് m2? മാസ് ഓഫ് ദി സെക്കൻഡ് മോളിക്യൂൾ അല്ലേ? ദാറ്റ് ഈസ് ക്ലോറിൻ ആറ്റം. ഇവിടെ x1 x2 ബി ദ ഡിസ്റ്റൻസ്. എവിടെ തൊട്ടുള്ള ഡിസ്റ്റൻസ് ആണ്? x1 ബി ദ ഡിസ്റ്റൻസ് ഫ്രം ഒറിജിൻ ടു ഫസ്റ്റ് മാസ്. ഒറിജിൻ തൊട്ട് ഫസ്റ്റ് മാസ് വരെ ഡിസ്റ്റൻസ് ആണ് x1. എന്താണ് x2? ഒറിജിൻ തൊട്ട് സെക്കൻഡ് മാസ് വരെ ഡിസ്റ്റൻസ് ആണ് x2 അല്ലേ? നേരത്തെ എഴുതിയ ഫോർമുലക്കകത്ത് x1 x2 പറഞ്ഞായിരുന്നു. എന്താണ് x1 ബി ദി ഡിസ്റ്റൻസ് ഫ്രം ഒറിജിൻ ടു ഫസ്റ്റ് മാസ്. അതുപോലെ x2 ആണെങ്കിലോ ഒറിജിൻ ടു സെക്കൻഡ് മാസ്. ഇവിടെ ഈ HCl മോളിക്യൂൾ ഒറിജിൻ പറഞ്ഞിട്ടില്ല, ക്വസ്റ്റിനകത്ത് ഒറിജിൻ ഏതാണെന്ന് പറയുന്നില്ല. അപ്പോൾ തരാത്ത പക്ഷം നമുക്ക് എന്ത് ചെയ്യാം? ഏതെങ്കിലും ഒരു മോളിക്യൂളിനെ എന്താക്കി എടുക്കാം? ഒറിജിൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഞാനിവിടെ ഈ ഹൈഡ്രജൻ എന്ന് പറയുന്ന ഈ ഒരു മോളിക്യൂൾ എന്താക്കി എടുക്കുകയാണ്? ഒറിജിൻ ആക്കി എടുക്കുകയാണ്. ഞാനിവിടെ ഹൈഡ്രജൻ ഒറിജിൻ ആക്കി എടുത്തു. ഒറിജിൻ ആക്കി എടുക്കുകയാണെങ്കിൽ വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ്? അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ഹൈഡ്രജനെ ഒറിജിൻ ആക്കി എടുത്താൽ ഡിസ്റ്റൻസ് എത്രയാവും? x1 ഈക്വൽ ടു എത്രയാണ്? x1 ഈക്വൽ ടു 0 ഇപ്പോൾ. കാരണം ഒറിജിൻ ടു ഫസ്റ്റ് മാസ്, ഒറിജിൻ തൊട്ട് ഫസ്റ്റ് മാസ് വരെ ഡിസ്റ്റൻസ് ആണ് x1. ഇവിടെ ഫസ്റ്റ് ഹൈഡ്രജൻ തന്നെ ഒറിജിൻ ആക്കി എടുത്താൽ x1 എന്താണ്? x1 ഈക്വൽ ടു 0 ഇപ്പോൾ. x1 ഈക്വൽ ടു 0. വാട്ട് ഈസ് x2? ഒറിജിൻ തൊട്ട് സെക്കൻഡ് മാസ് വരെ ഡിസ്റ്റൻസ് ആണ് x2. അങ്ങനെയാണെങ്കിൽ x2 എത്രയാണ്? x2 ഈക്വൽ ടു 1.27 ആങ്സ്ട്രോങ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്തൊക്കെയാണ് തന്നിട്ടുണ്ട്? m1 ഈക്വൽ ടു, അത് മാസ് ഓഫ് ഹൈഡ്രജൻ ആണ്. അല്ലെ m2 എന്ന് പറയുന്നത് മാസ് ഓഫ് ക്ലോറിൻ ആറ്റം ആണ്. ആ ക്ലോറിൻ ആറ്റത്തിന് വാല്യൂ എന്താണ്? 35.5 ടൈംസ് മാസ് ഓഫ് ഹൈഡ്രജൻ ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. ദെൻ x1 ഇവിടെ 0 ആണ്. x2 ഈക്വൽ ടു എത്രയാണ്? x2 ഈക്വൽ ടു 1.27 ആങ്സ്ട്രോങ്. 1.27 ആങ്സ്ട്രോങ്. അങ്ങനെയാണെങ്കിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. XCM സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഒന്ന് വേഗം കണ്ടുപിടിച്ച് പറഞ്ഞേ. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിച്ച് പറഞ്ഞേ. That is m1. m1 is mass of hydrogen into x1. ഇവിടെ x1 0 ആണ്. That is mass of hydrogen into 0 plus m2. Mass of chlorine atom into x2. 1.27 angstrom divided by mass of hydrogen plus mass of chlorine atom. That's equal to, ഇപ്പോൾ ഫസ്റ്റ് ടൈം 0 ആയിട്ട് പോകും അല്ലേ? മാസ് ഓഫ് ഹൈഡ്രജൻ ഇൻറ്റു 0 ആണ്. 0 പ്ലസ് മാസ് ഓഫ് ക്ലോറിൻ ആറ്റം എത്രയാണ്? മാസ് ഓഫ് ക്ലോറിൻ ആറ്റം ഈക്വൽ ടു 35.5 ടൈംസ് ഓഫ് മാസ് ഓഫ് ഹൈഡ്രജൻ ഇൻറ്റു 1.27 ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ഹൈഡ്രജൻ പ്ലസ് ക്ലോറിൻ ആറ്റം. ദാറ്റ് ഈസ് 35.5 ടൈംസ് ഓഫ് മാസ് ഓഫ് ഹൈഡ്രജൻ is equal to 35.5 times of mass of hydrogen into 1.27 divided by ഈ mh plus 35.5 ഐഡിയം എന്ത് കിട്ടും? 36.5 മാസ് ഓഫ് ഹൈഡ്രജൻ. ഇവിടുത്തെ മാസ് ഓഫ് ഹൈഡ്രജൻ ഈ മാസ് ഓഫ് ഹൈഡ്രജൻ കട്ട് ചെയ്ത് പോകും. ബാക്കിയുള്ളത് എന്താണ്? 35.5 ഇൻറ്റു 1.27 ഡിവൈഡ് ബൈ 36.5. ഒന്ന് വേഗം കാൽക്കുലേറ്റർ ടൈപ്പ് ചെയ്തിട്ട് വേഗം ആൻസർ പറഞ്ഞേ. ലാസ്റ്റ് ആൻസർ XCM is equal to center of mass of hydrochloric molecule is equal to ലാസ്റ്റ് ആൻസർ വേഗം ഒന്ന് പറഞ്ഞേ. ആർക്കെങ്കിലും കിട്ടിയ ആൻസർ? മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്യുക. ലാസ്റ്റ് ആൻസർ ഈസ് 1.235 ആങ്സ്ട്രോം.
So this is in angstrom. 1.27 in angstrom. Last answer is 1.235 angstrom. കിട്ടിയോ? ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണത്. സെൻറ്റർ ഓഫ് മാസ്. അപ്പം സെൻറ്റർ ഓഫ് മാസ് വെച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്കൊരു പ്രോബ്ലം ചോദിക്കാം. അപ്പോൾ ഇക്വേഷൻ പഠിച്ചു വെച്ചോ. സെൻറ്റർ ഓഫ് മാസിന് 1 ഡയമെൻഷൻ ആണെങ്കിൽ എന്താണ് ഇക്വേഷൻ? എക്സ് ഈക്വൽ ടു m1 x1 പ്ലസ് m2 x2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. ഓക്കെ, ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ടോർക്ക്. എന്താണ് ടോർക്ക്? നമ്മൾ റൊട്ടേഷണൽ ഫോഴ്സിനെയാണ് എന്ത് വിളിക്കുന്നത്? നമ്മൾ ടോർക്ക് എന്ന് പറയുന്നത്. ടോർക്ക് ഇസ് കോൾഡ് റൊട്ടേഷണൽ ഫോഴ്സ് അല്ലേ? എന്താണ് ടോർക്കിന്റെ ഇക്വേഷൻ? ടോർക്ക് ഇസ് ഈക്വൽ ടു, വേഗം പറഞ്ഞേ, ടോർക്ക് ഇസ് ഈക്വൽ എന്നാണ് ഇക്വേഷൻ. ടോർക്ക് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. Okay, what is torque? Torque is a force which produces turning effect. അപ്പോൾ റൊട്ടേഷൻ സഹായിക്കുന്ന ഫോഴ്സ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ടോർക്ക് എന്ന് പറയുന്നത്. എന്താണ് അതിന്റെ ഫോം? ടോർക്ക് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ദാറ്റ് ഈസ് ടോർക്കിന്റെ ഇക്വേഷൻ ആണ്. ടോർക്ക് ഇസ് ഈക്വൽ ടു ആർ എഫ് സൈൻ തീറ്റ. ഓർമ്മ ചോദിച്ചോ, എന്താണ് ടോർക്കിന്റെ ഇക്വേഷൻ? ടോർക്ക് ഇസ് ഈക്വൽ ടു ആർ എഫ് സൈൻ തീറ്റ. ആർ ബി ദി പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, എഫ് ബി ദി ഫോഴ്സ്, തീറ്റ ഇസ് ദി ആംഗിൾ ബിറ്റ്വീൻ ആർ ആൻഡ് എഫ്. ഈ ടോർക്ക് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഇറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ടോർക്ക് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. അങ്ങനെയാണെങ്കിൽ ടോർക്കിനൊക്കെ എന്ത് ചെയ്യാം? വെക്റ്റർ ഫോമിൽ എക്സ്പ്രസ് ചെയ്യാലോ. വെക്റ്റർ ടോർക്ക് ഇസ് ഈക്വൽ ടു വെക്റ്റർ ആർ ക്രോസ് വെക്റ്റർ എഫ്. ആർ ക്രോസ് എഫ്. വാട്ട്സ് എ വെക്റ്റർ ഫോം ഓഫ് ടോർക്ക്? ടോർക്ക് ഇസ് ഈക്വൽ ടു, ഓക്കെ സിൽവ 1.23 റൈറ്റ്. ടോർക്ക് ഇസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ്. ഇതാണ് ടോർക്കിന്റെ ഇക്വേഷൻ. ടോർക്ക് ഇസ് ഈക്വൽ ടു ആർ എഫ് സൈൻ തീറ്റ. വെക്റ്റർ ഫോം ആണെങ്കിൽ വെക്റ്റർ ടോർക്ക് ഇസ് ഈക്വൽ ടു വെക്റ്റർ ആർ ക്രോസ് വെക്റ്റർ എഫ്. ഇനി വാട്ട് ഇസ് എസ് എ യൂണിറ്റ്? എസ് എ യൂണിറ്റ് ഓഫ് ടോർക്ക്. ടോർക്കിന്റെ എസ് എ യൂണിറ്റ് എന്താണ്? എസ് എ യൂണിറ്റ് ഓഫ് ടോർക്ക് ഇസ് ന്യൂട്ടൺ മീറ്റർ. ഓക്കെ, ഇതൊക്കെ നോട്ട് ചെയ്ത് വെച്ചോ. ടോർക്കിന്റെ എസ് എ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ മീറ്റർ. എന്താണ് ഡയമെൻഷണൽ ഫോർമുല? ടോർക്കിന്റെ ഡയമെൻഷണൽ ഫോർമുല നമുക്കറിയാം. ഫോഴ്സിന്റെ അറിയാം. എന്താണ് ഫോഴ്സിന്റെ? എം എൽ ടി റൈസ് ടു മൈനസ് 2 ആണ് ഫോഴ്സിന്റെ ഡയമെൻഷണൽ ഫോർമുല. ഇൻറ്റു ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസിന്റെ എല്ലാണ്. സോ ദാറ്റ് ഈസ് എം എൽ സ്ക്വയർ ടി റൈസ് ടു മൈനസ് 2 അല്ലേ? ഡയമെൻഷൻ ഫോർമുല എന്താണ്? എം എൽ സ്ക്വയർ ടി റൈസ് ടു മൈനസ് 2. അങ്ങനെയാണെങ്കിൽ ടോർക്കിനും വർക്കിനും എനർജിക്കും എല്ലാം എന്താണ്? സെയിം ഡയമെൻഷണൽ ഫോർമുലയാണ്. ടോർക്ക്, വർക്ക്, എനർജി എല്ലാത്തിനും എന്താണ്? സെയിം ഡയമെൻഷണൽ ഫോർമുലയാണ്. അപ്പോൾ എന്താണ് എസ് ഐ യൂണിറ്റ്? ന്യൂട്ടൺ മീറ്റർ ആണ്. ഡയമെൻഷണൽ ഫോർമുല എന്താണ്? എം എൽ സ്ക്വയർ ടി റൈസ് ടു മൈനസ് 2. എം എൽ സ്ക്വയർ ടി റൈസ് ടു മൈനസ് 2. ഇനി വളരെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, 1 മാർക്കിന്റെ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. Then the moment of force is called, moment of force എന്നറിയപ്പെടുന്നത് എന്താണ്? moment of force. moment of force is called dash. അതേതാണ്? ടോർക്ക് ആണ്. moment of force എന്നറിയപ്പെടുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി ഏതാണ്ട്? ടോർക്ക് ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർമ്മിച്ച് വെച്ചു. എന്താണ് ടോർക്കിന്റെ ഇക്വേഷൻ? ടോർക്ക് ഇസ് ഈക്വൽ ടു ആർ എഫ് സൈൻ തീറ്റ അല്ലേ? വെക്ടർ ഫോം ആണെങ്കിൽ എന്ത് പറയാം? വെക്ടർ ആർ ക്രോസ് എഫ് എന്ന് പറയാം. ടോർക്ക് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. എസ് യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ മീറ്റർ ആണ്. എന്താണ് അതിന്റെ ഡയമെൻഷണൽ ഫോർമുല? എം എൽ സ്ക്വയർ ടി റൈസ് ടു മൈനസ് 2 ആണ്. ദെൻ അതിന്റെ ഡയമെൻഷണൽ ഫോർമുല ഏതുമായിട്ട് സിമിലർ ആണ്? വർക്കിനും എനർജിക്കും എല്ലാം സെയിം യൂണിറ്റ് ആണ്. ടോർക്കിന്റെ അതേ ഡയമെൻഷണൽ ഫോർമുല തന്നെയാണ്. എം എൽ സ്ക്വയർ ടി റൈസ് ടു മൈനസ് 2. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ ആണ് മൊമെന്റ് ഓഫ് ഫോഴ്സ്. മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്നറിയപ്പെടുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി ഏതാണ്? മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്നറിയപ്പെടുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ് ടോർക്ക്. ഒന്ന് വേഗം നോട്ട് ചെയ്തേ. ഇതോടെ ടോർക്ക് തീർന്നു. ക്ലിയർ ആണോ ടോർക്ക്? വാട്ട് ഇസ് ടോർക്ക്? ടോർക്ക് ഇസ് റൊട്ടേഷണൽ ഫോഴ്സ്. റൊട്ടേഷണൽ ഫോഴ്സിനെ വിളിക്കുന്നതാണ് എന്താ? ടോർക്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണത്? ക്ലിയർ? അതേപോലെ മറ്റൊരു ടേം ആണ് ആംഗുലാർ മൊമെന്റം. ആംഗുലാർ മൊമെന്റം നമുക്ക് ലീനിയർ മൊമെന്റം അറിയാം അല്ലേ? ലീനിയർ മൊമെന്റം എൽ ഇസ് പി ഇസ് ഈക്വൽ ടു എന്താണ് ഫോർമുല? പി ഇസ് ഈക്വൽ ടു എം വി, മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. അതുപോലെ റൊട്ടേഷണൽ മൊമെന്റത്തെ വിളിക്കുന്നവരാണ് ആംഗുലർ മൊമെന്റം. ആംഗുലർ മൊമെന്റം ഈക്വൽ ടു ആർ ക്രോസ് പി. ആംഗുലർ മൊമെന്റം ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഇറ്റ് ഇസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. വെക്റ്റർ ക്വാണ്ടിറ്റി എന്താണ് ഇക്വേഷൻ? എൽ ഇസ് ഈക്വൽ ടു ആർ പി സൈൻ തീറ്റ. എന്താണ് ഫോർമുല? എൽ ഇസ് ഈക്വൽ ടു ആർ പി സൈൻ തീറ്റ. ആംഗുലർ മൊമെന്റം ഇസ് ഈക്വൽ ടു ആർ പി സൈൻ തീറ്റ. വെക്ടർ ഫോം ആണെങ്കിലോ ആർ ക്രോസ് പി എന്ന് പറയാം. എൽ ഈക്വൽ ടു ആർ ക്രോസ് പി. ഇതിന്റെ എസ് എ യൂണിറ്റ്, എസ് എ യൂണിറ്റ് എന്താണ്? എസ് എ യൂണിറ്റ് ഓഫ് ദിസ് ആംഗുലർ മൊമെന്റം ഈസ് ദെൻ മൊമെന്റത്തിന്റെ കിലോഗ്രാം, കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഇൻറ്റു
ഡിസ്റ്റൻസിന് എന്താണ് മീറ്റർ, അപ്പോൾ മീറ്റർ സ്ക്വയർ, കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ. എന്താണ് SI യൂണിറ്റ്? കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ. എന്താണ് ഇതിന്റെ ഡയമെൻഷണൽ ഫോർമുല? ഡയമെൻഷണൽ ഫോർമുല ഓഫ് ആംഗുലർ മൊമെന്റം, ഡയമെൻഷണൽ ഫോർമുല. ദെൻ ആറിന്റെ എന്താണ്? എൽ ഇൻറ്റു മൊമെന്റം മാസ് ഇൻറ്റു വെലോസിറ്റി m(L)T⁻⁻1. അങ്ങനെയാണെങ്കിൽ m(L)2T⁻⁻1. ദിസ് ഈസ് എ ഡയമെൻഷണൽ ഫോർമുല ഓഫ് ആംഗുലർ മൊമെന്റം. ക്ലിയർ ആണോ ഇത്? എന്താണ് ആംഗുലർ മൊമെന്റം? ആംഗുലർ മൊമെന്റം ഈക്വൽ ടു RP sin θ അല്ലെങ്കിൽ R ക്രോസ് P എന്ന് പറയാം. ദെൻ SI യൂണിറ്റ് എന്താണ്? കിലോഗ്രാം മീറ്റർ സ്ക്വയർ (10⁻²). ഡയമെൻഷണൽ ഫോർമുല എന്താണ്? mL²T⁻⁻1. mL²T⁻⁻1. നോക്കി ഇനിയും ഇക്വേഷൻ മാറ്റി എഴുതാം. ആംഗുലർ മൊമെന്റ് ഈസ് ഈക്വൽ ടു RP sin θ, റൈറ്റ്? RP sin θ. ദെൻ തീറ്റ ഈക്വൽ ടു 90 എന്ന് വെച്ചാൽ ആംഗുലർ മൊമെന്റ് മാക്സിമം ആകുമ്പോൾ തീറ്റ എന്താവും? 90 ആകും. sin 90 ഒന്നാണ്. സോ L ഈക്വൽ ടു RP. ദെൻ മൊമെന്റത്തിന്റെ ഇക്വേഷൻ P ഈക്വൽ ടു MV എന്നാണ്. P ഈക്വൽ ടു MV എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ L ഈക്വൽ ടു എന്ത് കൊടുക്കാം? R ഇൻറ്റു MV. Pക്ക് വരെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? MV സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ L ഈക്വൽ ടു MVR. മറ്റൊരു ഇക്വേഷൻ ആംഗുലർ മൊമെന്റം ഈസ് ഈക്വൽ ടു MVR. ആംഗുലർ മൊമെന്റം ഈക്വൽ ടു MVR. അനദർ ഇക്വേഷൻ. വീണ്ടും V ഈക്വൽ ടു R ഒമേഗ. നമ്മളിത് ആൾറെഡി പഠിക്കുന്നതാണ് അല്ലേ? റിലേഷൻ ബിറ്റ്വീൻ ലീനിയർ വെലോസിറ്റി ആൻഡ് ആംഗുലർ വെലോസിറ്റി. ഇവിടെ V എന്ന് പറയുന്നത് ലീനിയർ വെലോസിറ്റി ആണ്, ഒമേഗ എന്ന് പറയുന്നത് ആംഗുലർ വെലോസിറ്റി ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ വിക്ക് വരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഇവിടുത്തെ വിക്ക് വരം R ഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ദാറ്റ് ഈസ് L ഈക്വൽ ടു M ഇൻറ്റു വിക്ക് വരം എന്ത് കൊടുക്കാം? R ഒമേഗ ഇൻറ്റു R. ഇവിടുത്തെ R മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ L ഈക്വൽ ടു MR² ഒമേഗ. അടുത്തൊരു ഇക്വേഷൻ L ഈക്വൽ ടു MR² ഒമേഗ. അപ്പോൾ എന്തൊക്കെ പറയാം? ആംഗുലർ മൊമെന്റം ഫസ്റ്റ് ഇക്വേഷൻ എന്താണ്? വെക്ടർ ഫോമിൽ ഇക്വേഷൻ എന്താണ്? R ക്രോസ് P എന്നാണ്. R ക്രോസ് P. അല്ലെങ്കിൽ എന്ത് എഴുതാം? L ഈക്വൽ ടു RP sin θ. L ഈക്വൽ ടു RP sin θ. ദെൻ L ഈക്വൽ ടു MVR. L ഈക്വൽ ടു MVR. വിക്ക് R ഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? L ഈക്വൽ ടു MR² ഒമേഗ. L ഈക്വൽ ടു MR² ഒമേഗ. ക്ലിയർ ആണോ ഇത്? ആംഗുലർ മൊമെന്റം ക്ലിയർ ആണോ? കമന്റ് ചെയ്ത് വേഗം. അടുത്ത ടോപ്പിക് റിലേഷൻ ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലർ മൊമെന്റം. റിലേഷൻ ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലർ മൊമെന്റം. ആംഗുലർ മൊമെന്റവും ടോർക്കും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഇക്വേഷൻ ആംഗുലർ മൊമെന്റം ഈക്വൽ ടു വെക്ടർ L ഈക്വൽ ടു R ക്രോസ് P അല്ലേ? നമ്മളിപ്പോൾ പഠിച്ച ഇക്വേഷൻ ആണ് L ഈക്വൽ ടു R ക്രോസ് P. അപ്പോൾ റിലേഷൻ ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലർ മൊമെന്റം കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ 2 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് 2 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ? എന്താണ്? ടോർക്കും അതുപോലെ ആംഗുലർ മൊമെന്റം തമ്മിലുള്ള റിലേഷൻ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് എഴുതി? വി നോ L ഈക്വൽ ടു R ക്രോസ് P. ആംഗുലർ മൊമെന്റത്തിന്റെ ഫോർമുല എഴുതി L ഈക്വൽ ടു R ക്രോസ് P. ഈ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവാണ്. ഡിഫറൻഷിയേറ്റിംഗ് ദിസ് ഇക്വേഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം വെച്ചിട്ട് എന്ത് ചെയ്യാൻ പോവുകയാണ്? ഡിഫറൻഷിയേറ്റ് പോവുകയാണ്. ദാറ്റ് ഈസ് d/dt of L. d/dt of L is equal to d/dt of R cross P. d/dt of എന്താണ്? R cross P. d/dt of R cross P. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിഫറൻഷ്യലിന്റെ ഒരു പ്രൊഡക്റ്റ് റൂൾ ആണ്. d of UV ഒരു ഫോം ഉണ്ട്, നിങ്ങൾ മാത്സിൽ നെക്സ്റ്റ് ഇയർ പഠിക്കും. ഡിഫറൻഷ്യൽ ഓഫ് UV is equal to U into derivative of second V plus then du into V. എന്ത് പറഞ്ഞാൽ എന്താണ്? D is equal to differential of first term this is first term, this is second term is equal to first into differential of second plus second into differential of first. എന്താണ് പ്രൊഡക്റ്റ് റൂൾ? ഫസ്റ്റ് ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് ഫസ്റ്റ്. അതനുസരിച്ച് നമുക്കിവിടെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? dL/dt is equal to ഫസ്റ്റ് ഇൻറ്റു, ഇവിടെ ഫസ്റ്റ് ടൈം ഏതാണ്? R ആണ് അല്ലേ? R ഇൻറ്റു വെക്റ്റർ R ക്രോസ് ഫസ്റ്റ് ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് സെക്കൻഡ്, ദാറ്റ് ഈസ്
dp by dt, dp by dt, differential second, first into differential of second plus, that is second dr by dt into p into first. What is dp by dt? Newton's second law അനുസരിച്ച് Newton's second law അനുസരിച്ച് what is dp by dt? The rate of change of momentum is directly proportional to force എന്നാണ്. dp by dt equal എന്നാണ്, dp by dt equal to f അല്ലേ, external force എന്നാണ്. So this is replaced by f, r cross f plus dr by dt, rate of change of distance or displacement, അതെന്താണ്, വെലോസിറ്റി ആണ്. സോ ഇതിനകത്ത് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, വെലോസിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. ദാറ്റ് ഈസ് v ക്രോസ് p എന്ന് കൊടുക്കാം, v ക്രോസ് p, ദാറ്റ് ഈസ് r ക്രോസ് f പ്ലസ് v ക്രോസ് p. p ക്ക് എന്ത് കൊടുക്കാം, p is momentum, p equal to mass into velocity, that is mv, that is equal to r cross f plus v cross m into v. v ക്രോസ് v എന്ന് വെച്ചാൽ സെയിം വെക്ടേഴ്സിന്റെ ക്രോസ് പ്രോഡക്റ്റ് എപ്പോഴും എന്തായിരിക്കും, 0 ആയിരിക്കും. v ക്രോസ് v ഈക്വൽ 0. അതുപോലെ യൂണിറ്റ് വെക്ടർ ആണെങ്കിലോ i ക്രോസ് i ഈക്വൽ ടു 0. അതുപോലെ j ക്രോസ് j ഈക്വൽ ടു 0. സെയിം യൂണിറ്റ് വെക്ടേഴ്സിന്റെ ക്രോസ് പ്രോഡക്റ്റ് എപ്പോഴും എന്തായിരിക്കും, ഇവിടെ 0 ആയിരിക്കും. അതനുസരിച്ച് സെക്കൻഡ് ടേം v ക്രോസ് v എന്തായി പോകും, ഈ ടേം 0 ആയിട്ട് പോകും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് dl by dt ഈക്വൽ ടു r ക്രോസ് f എന്നാണ്. Therefore, dl by dt equal to vector r cross vector f. What is r cross f? r cross f is called torque അല്ലേ, നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചതാണ്. That is dl by dt is equal to torque. So this is a relation between torque and angular momentum. എന്താണ് ഇക്വേഷൻ? Torque is equal to dl by dt. അപ്പോൾ എന്താണ് റിലേഷൻ? dl by dt is equal to torque. അപ്പോൾ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയി എല്ലാവർക്കും? അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കൺസർവേഷൻസ് ഓഫ് ആംഗുലർ മൊമെൻറ്റം. കൺസർവേഷൻസ് ഓഫ് ലീനിയർ മൊമെൻറ്റം പഠിച്ചതുപോലെ എന്താണ് ലീനിയർ മൊമെൻറ്റം? എഫ് ഇസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി അല്ലേ, എഫ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി. എപ്പോഴാണോ ഈ ഫോഴ്സ് 0 ആകുന്നത്, വെൻ ദിസ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു 0, ഈ ഡി പി ബൈ ഡി ടി എന്തായി മാറും, ഡി പി ബൈ ഡി ടി ഈക്വൽ ടു 0 ആയിട്ട് മാറും. ആ സമയത്ത് പി എന്തായി മാറും, കോൺസ്റ്റന്റ് ആയിരിക്കും. ദ ടോട്ടൽ ലീനിയർ മൊമെൻറ്റം ഇസ് കോൺസ്റ്റന്റ് അല്ലേ. ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കൺസർവേഷൻസ് ഓഫ് ലീനിയർ മൊമെൻറ്റം എന്ന് പറയുന്നത്. ഇവിടെ റൊട്ടേഷണൽ കേസിൽ പഠിക്കുന്നതാണ് കൺസർവേഷൻസ് ഓഫ് ആംഗുലർ മൊമെൻറ്റം. അക്കോർഡിംഗ് ടു കൺസർവേഷൻസ് ഓഫ് ആംഗുലർ മൊമെൻറ്റം എന്ന് പറയാം dl by dt ഈക്വൽ ടോർക്ക് എന്നാണ്. ഈ ഇക്വേഷനകത്ത് എപ്പോഴാണോ എക്സ്റ്റേണൽ ടോർക്ക് 0 ആകുന്നത് എന്ന് വെച്ചാൽ വെൻ ദർ ഈസ് നോ എക്സ്റ്റേണൽ ടോർക്ക് ആക്ടിംഗ് ഓൺ ദ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്, ഈ ടോർക്കിന്റെ വാല്യൂ എക്സ്റ്റേണൽ ടോർക്ക് എപ്പോഴാണ് ഈ ടോർക്ക് 0 ആകുന്നത്, സോ ആ സമയത്ത് ദ ടോട്ടൽ ആംഗുലർ മൊമെന്റം റിമെയിൻസ് കോൺസ്റ്റന്റ്. എൽ എപ്പോഴും എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. ദാറ്റ് ഈസ് ടോർക്ക് ഈക്വൽ ടു 0, dl by dt ഈക്വൽ ടു 0. ദാറ്റ് ഈസ് therefore L ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഈ സമയത്ത് L എന്തായി മാറും, ഇവിടെ കോൺസ്റ്റന്റ് ആയിട്ട് മാറും. ദിസ് ഈസ് കോൾഡ് കൺസർവേഷൻസ് ഓഫ് ആംഗുലർ മൊമെന്റം. ഇതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്, കൺസർവേഷൻസ് ഓഫ് ആംഗുലർ മൊമെന്റം എന്ന് പറയുന്നത്. എന്താണ് കൺസർവേഷൻസ് ഓഫ് ആംഗുലർ മൊമെന്റം? വെൻ there is no external torque acting on a system of particles, the total angular momentum remains constant. അപ്പോൾ എന്താണ് കൺസർവേഷൻ ലോ പഠിക്കുന്നത്, ഇതിലെല്ലാം പഠിച്ചു വെച്ചേക്കണം. അക്കോർഡിംഗ് ടു കൺസർവേഷൻസ് ഓഫ് ആംഗുലർ മൊമെന്റം, വെൻ there is no external torque acting on the system of particles, the total angular momentum remains constant. This is called conservations of angular momentum. Okay, clear ആണോ ഇത്? കൺസർവേഷൻസ് ഓഫ് ആംഗുലർ മൊമെന്റം മനസ്സിലായോ? Then next topic is moment of inertia. ഇനേർഷ്യ എന്ന ടേം നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നത്? ലീനിയർ കേസിൽ മാസിന് പകരം അല്ലെ നമ്മൾ യൂസ് ചെയ്യുന്ന ടേമാണ് ഇനേർഷ്യ. ഇനേർഷ്യ ഓഫ് എ ബോഡി ഈസ് പ്യൂർലി ഡിപ്പെൻഡ് ഓൺ മാസ് ഓഫ് എ ബോഡി. ഇനേർഷ്യ ഈസ് പ്യൂർലി ഡിപ്പെൻഡ് ഓൺ മാസ് ഓഫ് എ ബോഡി. ഇനേർഷ്യ ഈസ് പ്യൂർലി ഡിപ്പെൻഡ് ഓൺ എന്നാണ്, മാസിന് ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. പക്ഷെ ഇവിടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ റൊട്ടേഷണൽ കേസിൽ
നമ്മൾ മാസിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലെറ്റർ ആണ് എന്താ? മൊമെന്റ് ഓഫ് ഇനർഷ്യ. ദാറ്റ് ഈസ് ക്യാപിറ്റൽ ഐ. ക്യാപിറ്റൽ ഐ എന്ന് വിളിക്കാതെ മൊമെന്റ് ഓഫ് ഇനർഷ്യ. മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്താണ്? ദ മാസ് ഓഫ് ബോഡി ഇൻ റൊട്ടേഷണൽ മോഷൻ. ഇപ്പൊ ലീനിയർ കേസിൽ ഇനർഷ്യ എന്ന് പറയും, റൊട്ടേഷൻ കേസ് എന്ന് വിളിക്കാതെ മൊമെന്റ് ഓഫ് ഇനർഷ്യ. എന്താണ് എന്റെ ഇക്വേഷൻ? മൊമെന്റ് ഓഫ് ഇനർഷ്യ ഐ ഈക്വൽ ടു എം ആർ സ്ക്വയർ. Moment of inertia equal to mr square is the product of mass into square of the distance. അപ്പോൾ ഒരു റിജിഡ് ബോഡി എടുക്കുകയാണെങ്കിൽ ഈ റിജിഡ് ബോഡിക്ക് ഒരു ആക്സിസ് ഉണ്ടാവും അല്ലേ? ഇന്നത്തെ ഒരുപാട് പാർട്ടിക്കിൾസ്, n നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട്. ഈ പാർട്ടിക്കിൾസിനെല്ലാം ചേർത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്. ഇതിൽ ഒരു പാർട്ടിക്കിളിന്റെ മാസ് m ആണ്, ആ പാർട്ടിക്കിൾ തൊട്ട് ആക്സിസ് വരെ ഡിസ്റ്റൻസ് r ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഇക്വേഷൻ ആണ് I ഈക്വൽ ടു mr സ്ക്വയർ. ഒരു റിജിഡ് ബോഡിക്ക് അകത്തുള്ള ഒരു സിംഗിൾ പാർട്ടിക്കിളിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ് I ഈക്വൽ ടു mr സ്ക്വയർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ റിജിഡ് ബോഡി കംപ്ലീറ്റ്ലി എടുക്കുമ്പോൾ എന്ത് പറയും? എന്നിങ്ങനെ എഴുതാം, ഒത്തിരി പാർട്ടിക്കിൾസ് ഉണ്ട് അല്ലേ, ഓരോന്നിനും ഡിസ്റ്റൻസ് ഡിഫറെന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ദ ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ റിജിഡ് ബോഡി I ഈക്വൽ ടു ദാറ്റ് ഈസ് mr1 സ്ക്വയർ. ഫസ്റ്റ് മാസിന്റെ ഡിസ്റ്റൻസ് r1 സ്ക്വയർ പ്ലസ് സെക്കൻഡ് മാസ് mr2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് mrn സ്ക്വയർ. ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് എടുക്കുമ്പോൾ കംപ്ലീറ്റ് മാസ് എടുക്കുക അല്ലെ. ഫസ്റ്റ് മാസിന്റെ ഡിസ്റ്റൻസിന് സ്ക്വയർ mr സ്ക്വയർ. ഇപ്പൊ സെക്കൻഡ് മാസ് എടുക്കുകയാണെങ്കിൽ ആ മാസിനും ഡിസ്റ്റൻസിനും എടുക്കുക സ്ക്വയർ. തേർഡ് മാസ് ആണെങ്കിൽ m ഇൻറ്റു r3 സ്ക്വയർ. ഇങ്ങനെ എക്സെട്ര n നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ എക്സെട്ര പ്ലസ് mrn സ്ക്വയർ. ദിസ് ഈസ് ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ. ഈ ഇതിനകത്ത് m കോൺസ്റ്റന്റ് ആണ്, m പുറത്തും എടുക്കാം. m പുറത്തെടുത്താൽ m ഇൻറ്റു r1 സ്ക്വയർ പ്ലസ് r2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് rn സ്ക്വയർ അല്ലെ. മാസ് യൂണിഫോം മാസ് ആണെങ്കിൽ m പുറത്തെടുക്കാം. m ഇൻറ്റു r1 സ്ക്വയർ പ്ലസ് r2 സ്ക്വയർ പ്ലസ് എക്സെട്ര rn സ്ക്വയർ. ഈ ഇക്വേഷൻ ഞാൻ ചെറിയൊരു n കൊണ്ട് മൾട്ടിപ്ലൈ ആണ്, n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, nm എന്ന് എഴുതി, അതേ n കൊണ്ട് ഡിവൈഡ് ചെയ്തു. r1 സ്ക്വയർ പ്ലസ് r2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് rn സ്ക്വയർ ദ ഹോൾ ഡിവൈഡ് ബൈ n. n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, n കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇവിടെ n വെച്ച നമ്പറാണ്, ടോട്ടൽ നമ്പർ ഇൻറ്റു സിംഗിൾ മാസ്. അപ്പോൾ ഒരു മാസിന് അതിന് ടോട്ടൽ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? ടോട്ടൽ മാസ് കിട്ടും. നമുക്ക് അതിന് എന്ത് കൊടുക്കാം? ക്യാപിറ്റൽ M എന്ന് റീപ്ലേസ് ചെയ്യാം. ക്യാപിറ്റൽ M അല്ലേ. n ഇൻറ്റു സ്മോൾ ലെറ്റർ m എന്നാണ് ക്യാപിറ്റൽ M ഇൻറ്റു r1 സ്ക്വയർ പ്ലസ് r2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് rn സ്ക്വയർ ദ ഹോൾ ഡിവൈഡ് ബൈ n. ഇതെന്താണ്? ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന്റെ ആവറേജ് ആണ് അല്ലേ. ഇതിന് ഈ ആവറേജ് സ്ക്വയറിനെ വിളിക്കുന്ന പേരാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. എന്ത് വിളിക്കാടെ? റേഡിയസ് ഓഫ് ഗൈറേഷൻ. റേഡിയസ് ഓഫ് ഗൈറേഷൻ ദാറ്റ് ഈസ് k സ്ക്വയർ ഇസ് ഈക്വൽ ടു r1 സ്ക്വയർ പ്ലസ് r2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് rn സ്ക്വയർ ദ ഹോൾ ഡിവൈഡ് ബൈ n. ഈ മീൻ സ്ക്വയർ ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. അപ്പോൾ ഇത്രയും ടേമിന് വരെ നമുക്ക് എന്ത് റീപ്ലേസ് ചെയ്യാം? k എന്ന് റീപ്ലേസ് ചെയ്യാം. m ഇൻറ്റു കെ സ്ക്വയർ I ഈക്വൽ ടു mk സ്ക്വയർ. സോ ഒരു റിജിഡ് ബോഡിയുടെ കംപ്ലീറ്റ് മാസ് എന്ന് പറയുന്നത് എന്താണ്? I ഈക്വൽ ടു ക്യാപിറ്റൽ M ടോട്ടൽ മാസ് ഇൻറ്റു റേഡിയസ് ഓഫ് ഗൈറേഷൻ. ഈ റേഡിയസ് ഓഫ് ഗൈറേഷൻ വിളിക്കുന്ന പേരാണ് മീൻ ഡിസ്റ്റൻസ് അല്ലേ. മീൻ ഡിസ്റ്റൻസിന്റെ ആവറേജ് ആണ്. സോ I ഈക്വൽ ടു mk സ്ക്വയർ. ഇവിടെ I ഈക്വൽ ടു mr സ്ക്വയർ എന്താണ്? I ഈക്വൽ ടു mr സ്ക്വയർ എന്ന് വെച്ചാൽ ഒരു സിംഗിൾ പാർട്ടിക്കിളിന്റെ മാസ് I ഈക്വൽ ടു mr സ്ക്വയർ. ഒരു റിജിഡ് ബോഡി കംപ്ലീറ്റ്ലി എടുക്കുമ്പോൾ എന്താണ് അതിന്റെ മാസ് എന്ന് പറയുന്നത്? ടോട്ടൽ മാസ് ഇസ് ഈക്വൽ ടു ടോട്ടൽ മാസ് I ഈക്വൽ ടു എന്താണ്? I ഈക്വൽ ടു mk സ്ക്വയർ. വാട്ട് ഇസ് m? ക്യാപിറ്റൽ M എന്ന് പറയുന്നത് ആ റിജിഡ് ബോഡി കംപ്ലീറ്റ് മാസും k എന്ന് വെച്ചെന്താണ്? ആ ഡിസ്റ്റൻസിന്റെ ആവറേജുമാണ് അല്ലേ. റൂട്ട് മീൻ സ്ക്വയർ ഡിസ്റ്റൻസ് എന്ന് പറയാം. ദാറ്റ് ഈസ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. സോ I ഈക്വൽ ടു mk സ്ക്വയർ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്ത് ചോദിക്കാം? കുറച്ച് റിജിഡ് ബോഡിയെ തന്നിരിക്കും, ആ റിജിഡ് ബോഡിയുടെ റേഡിയസ് ഓഫ് ഗൈറേഷൻ കണ്ടുപിടിക്കാൻ ചോദിക്കും. അപ്പോൾ I ഈക്വൽ ടു mk സ്ക്വയർ നമ്മുടെ ഫോർമുല. ഈ ഇക്വേഷൻ വാട്ട് ഇസ് k സ്ക്വയർ? k സ്ക്വയർ ഇസ് ഈക്വൽ ടു ഈ m ഈക്വലിന് ഇപ്പുറത്തോട്ട് വരുമ്പോൾ എന്തായിട്ട് മാറും? I ബൈ m മാറും അല്ലേ. I ബൈ m. k സ്ക്വയർ ഈക്വൽ ടു I ബൈ m. ഈ സ്ക്വയർ ടൈം അപ്പുറത്തോട്ട് ചെല്ലുമ്പം therefore k ഈക്വൽ ടു റൂട്ട് ഓഫ് I ബൈ m. റൂട്ട് I ബൈ m. അപ്പോൾ റേഡിയസ് ഓഫ് ഗൈറേഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? k ഈക്വൽ ടു റൂട്ട് I ബൈ m. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇത് വെച്ചിട്ട് പരീക്ഷയ്ക്ക് സ്ഥിരം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എന്താണ് ഇക്വേഷൻ? റേഡിയസ് ഓഫ് ഗൈറേഷൻ k ഈക്വൽ ടു റൂട്ട് ഓഫ് I by m. What is I? I is called moment of inertia. Moment of inertia of a rigid body. What is m? Total mass of the rigid body.
ക്ലിയർ ആണോ? അവിടെ 3 ഇക്വേഷൻ ഞാൻ പറഞ്ഞായിരുന്നു. മൊമെന്റ് ഓഫ് ഇനർഷ്യയിൽ ഒന്നാമത്തെ ഇക്വേഷൻ ഇതാണ്. ഒരു സിംഗിൾ പാർട്ടിക്കിളിന്റെ മാസ് I ഈക്വൽ ടു mr². ഇനി ഒരു റിജിഡ് ബോഡി എന്ന് പറയുമ്പോൾ അതിന്റെ കംപ്ലീറ്റ് മാസ് I ഈക്വൽ ടു mk². കംപ്ലീറ്റ് മാസ് I ഈക്വൽ ടു mk². ഇനി റേഡിയസ് ഓഫ് ഗാരക്ഷൻ ആണെങ്കിലോ k ഈക്വൽ ടു √I/m. k ഈക്വൽ ടു √I/m. അപ്പം ഈ ഫോർമുല ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 2-3 പ്രോബ്ലം കൂടെ ചെയ്യാം. k ഈക്വൽ √I/m. റേഡിയസ് ഓഫ് ഗാരക്ഷൻ ഫോർമുല എന്താണ്? റേഡിയസ് ഓഫ് ഗാരക്ഷൻ k ഈക്വൽ ടു √I/m. അപ്പോൾ ഇത്രയും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പ്രോബ്ലം നോക്കാം. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. അപ്പോൾ അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യണം? കുറച്ച് റിജിഡ് ബോഡിയുടെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ പഠിച്ചു വെച്ചേക്കണം. നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് റിജിഡ് ബോഡിയും അവയുടെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യയും തന്നിട്ടുണ്ട്. അതത്രയും നമ്മൾ എന്ത് ചെയ്യണം? ബൈ ഹാർട്ട് ചെയ്ത് വയ്ക്കുക. ഒന്നാമത്തെ കേസ് നോക്കിക്കേ. റിജിഡ് ബോഡി ഫസ്റ്റ് വൺ ഈസ് സർക്കുലർ റിംഗ്. ഒരു സർക്കുലർ റിങ്ങിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ. സർക്കുലർ റിങ്ങിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ. സർക്കുലർ റിങ്ങിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ. ആക്സിസ് പാസിംഗ് ത്രൂ ദ പ്ലെയിൻ അറ്റ് ദി സെൻറ്റർ. അപ്പോൾ സെൻട്രൽ കൂടെ കടന്നു പോകുന്ന ആക്സിസ് ആണ്. അപ്പോൾ ആക്സിസ് ഈ ഒരു സർക്കുലർ റിങ്ങിൻ്റെ സെൻട്രൽ കൂടെയാണ് പാസ് ചെയ്ത് പോകുന്നതെങ്കിൽ അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് mr². ഓർമ്മിച്ച് വെച്ചോ. ഒരു സർക്കുലർ റിങ്ങിൽ ആക്സിസ് പാസിംഗ് ത്രൂ ഇറ്റ് സെൻറ്റർ. സർക്കുലർ റിങ്ങിൻ്റെ സെൻട്രൽ കൂടെയാണ് ആക്സിസ് പാസ് ചെയ്ത് പോകുന്നതെങ്കിൽ അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എത്രയാണ്? I ഈക്വൽ ടു mr². I ഈക്വൽ ടു mr². ഇതിന് രണ്ടാമത് സെയിം സർക്കുലർ റിങ് തന്നെയാണ്. സർക്കുലർ റിങ് പിന്നെ ആക്സിസ് എങ്ങോട്ടാണ് പോകുന്നത്? ആക്സിസ് പാസിംഗ് ത്രൂ ഇറ്റ്സ് ഡയാമീറ്റർ. ആക്സിസ് ഡയാമീറ്ററിലാണെങ്കിൽ അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഇക്വേഷൻ എന്താണ്? mr²/2. I ഈക്വൽ ടു mr²/2. അപ്പോൾ രണ്ട് ഇക്വേഷൻ ഉണ്ട് സർക്കുലർ കോയിലിന്. സർക്കുലർ കോയിലിൻ്റെ സെൻട്രൽ ആണെങ്കിൽ, ആക്സിസ് സെൻട്രൽ ആണെങ്കിൽ mr²ഉം ആക്സിസ് പാസിംഗ് ത്രൂ ഇറ്റ്സ് ഡയാമീറ്റർ ആണെങ്കിൽ mr²/2 ആണ്. ദെൻ നെക്സ്റ്റ് ഇസ് തിൻ റോഡ്. ഒരു സ്ട്രെയിറ്റ് റോഡ് ആണെങ്കിൽ അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എന്താണ്? ml²/12. ആക്സിസ് പാസിംഗ് ത്രൂ ദ മിഡ് പോയിന്റ് ഓഫ് ദിസ് തിൻ റോഡ്. ഈ ഒരു റോഡിൻ്റെ സെൻട്രൽ കൂടെയാണ് ആക്സിസ് പോകുന്നതെങ്കിൽ അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എത്രയാണ്? I ഈക്വൽ ടു ml²/12. അപ്പോൾ മൂന്ന് കേസ് ഏതൊക്കെയാണ്? ഒന്നാമത്തെ കേസ് സർക്കുലർ റിങ് പാസിംഗ് ത്രൂ സെൻറ്റർ ആണെങ്കിൽ mr². സർക്കുലർ റിങ് പാസിംഗ് ത്രൂ ഇറ്റ്സ് ഡയാമീറ്റർ ആണെങ്കിൽ mr²/2. തിൻ റോഡ് ആണെങ്കിൽ ml²/12. ക്ലിയർ ആണോ ഇത്രയും? ഇതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ നിങ്ങൾ എന്ത് ചെയ്യണം? ബൈ ഹാർട്ട് ചെയ്ത് വെച്ചേക്കണം. ഇതറിയാമെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? പ്രോബ്ലം ഒക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ.
അടുത്തത് സർക്കുലർ ഡിസ്ക് ആണെങ്കിൽ അതിൻ്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ, സർക്കുലർ ഡിസ്ക് ആക്സിസ് പാസിംഗ് ത്രൂ ഇറ്റ്സ് സെന്റർ, ഒരു സർക്കുലർ ഡിസ്കിന്റെ സെൻട്രൽ കൂടെയാണ് ആക്സിസ് പാസ് ചെയ്ത് പോകുന്നതെങ്കിൽ അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്താണ്? mr²/2. അപ്പോൾ സർക്കുലർ ഡിസ്കിൽ സെൻട്രലാണ് ആക്സിസ് എങ്കിൽ mr²/2. അതിന് ഡയാമീറ്റർ ആണെങ്കിൽ സെയിം ഡിസ്ക് ആണ്, ഡയാമീറ്റർ ആണെങ്കിൽ ആക്സിസ് പാസിംഗ് ത്രൂ ഇറ്റ്സ് ഡയാമീറ്റർ ആണെങ്കിൽ mr²/4. നിങ്ങൾ എന്ത് ചെയ്യണം? ഈ മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ വാല്യൂസ് ഒക്കെ കാണാതെ പഠിച്ചു വെച്ചിരിക്കണം. mr²/4. അടുത്ത് ഹോളോ സിലിണ്ടർ. ഒരു ഹോളോ സിലിണ്ടറിന്റെ കേസിൽ ആക്സിസ് പാസിംഗ് ത്രൂ അലോങ് ദി ഡയറക്ഷൻസ് ഓഫ് സിലിണ്ടർ, സിലിണ്ടറിന്റെ അകത്ത് ആക്സിസിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ വാട്ട് ഇസ് മൊമെന്റ് ഓഫ് ഇനർഷ്യ? mr². മൊമെന്റ് ഓഫ് ഇനർഷ്യ ഇൻ ദി കേസ് ഓഫ് ഹോളോ സിലിണ്ടർ, ഒരു ഹോളോ സിലിണ്ടർ ആണെങ്കിൽ എന്താണ് മൊമെന്റ് ഓഫ് ഇനർഷ്യ? I = mr². അഗൈൻ സോളിഡ് സിലിണ്ടർ. ഇനി ഒരു സോളിഡ് സിലിണ്ടർ ആണെങ്കിൽ അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എത്രയാണ്? mr²/2. സോളിഡ് സിലിണ്ടർ ആണെങ്കിൽ mr²/2. ദെൻ സോളിഡ് സ്പിയർ ആണെങ്കിൽ 2mr²/5. സോളിഡ് സ്പിയർ ആണെങ്കിൽ എന്താണ് മൊമെന്റ് ഓഫ് ഇനർഷ്യ? 2mr²/5. ദെൻ ഒന്നുകൂടെ നിങ്ങൾ എഴുതിക്കോ. ദെൻ ഒരു ഹോളോ സ്പിയർ ആണെങ്കിൽ സെയിം ഡയമീറ്റർ ആണ്. ഒരു ഹോളോ സ്പിയർ ആണെങ്കിൽ അതിൻ്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ വാല്യൂ 2/3 mr². ഒരു 9 റിജിഡ് ബോഡി ഉണ്ട്. അപ്പോൾ ഈ 9 റിജിഡ് ബോഡിയുടെ എന്ത് പഠിച്ചു വെച്ചിരിക്കണം? അതിൻ്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ. അപ്പോൾ എന്തൊക്കെ നമ്മൾ നോക്കിയായിരുന്നു? റിങ്ങിൻ്റെ കേസ്, ഒരു റിങ്ങിൻ്റെ കേസിൽ എന്താണ് മൊമെന്റ് ഓഫ് ഇനർഷ്യ? ഒരു റിംഗ് ആണെങ്കിൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ I = ഫോർ റിംഗ് I = mr². ആക്സിസ് പാസിംഗ് ത്രൂ സെൻറ്റർ, സെയിം റിങ്ങിൻ്റെ കേസിൽ ആക്സിസ് പാസിംഗ് ത്രൂ ഡയമീറ്റർ ആണെങ്കിൽ mr²/2. ഇനി ഒരു ഡിസ്കിൻ്റെ കേസ് ആണെങ്കിൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദി ഡിസ്കിൻ്റെ കേസ് ആണെങ്കിൽ mr²/2. ഇനി ഡിസ്കിൻ്റെ സെയിം കേസ് ആക്സിസ് പാസിംഗ് ത്രൂ ഡയമീറ്റർ ആണെങ്കിൽ mr²/4. ഇനി ഒരു സോളിഡ് സിലിണ്ടർ, ഒരു സോളിഡ് റോഡാണെങ്കിൽ അതിൻ്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ, ഒരു തിൻ റോഡാണെങ്കിൽ ദാറ്റ് ഈസ് ml²/12. ഒരു തിൻ റോഡാണെങ്കിൽ അതിൻ്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എത്രയാണ്? ml²/12. ദെൻ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദി ഹോളോ സിലിണ്ടർ, ഒരു ഹോളോ സിലിണ്ടറിൻ്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണെങ്കിൽ mr². ഒരു സോളിഡ് സിലിണ്ടർ ആണെങ്കിൽ അതിൻ്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് mr²/2. ഇതാണ് mr². സോളിഡ് സിലിണ്ടർ ആണെങ്കിൽ mr²/2. ദെൻ ഒരു സോളിഡ് സ്പിയർ ആണെങ്കിൽ സോളിഡ് സ്പിയർ ആണെങ്കിൽ 2/5 mr². ഒരു ഹോളോ സ്പിയർ ആണെങ്കിൽ 2/3 mr². ഇത്രയും റിജിഡ് ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ത് ചെയ്യണം? ബൈ ഹാർട്ട് ചെയ്ത് വയ്ക്കണം. അപ്പോൾ ഇത്രയും മൊമെന്റ് ഓഫ് ഇനർഷ്യ അറിയാമെങ്കിൽ എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? റേഡിയസ് ഓഫ് ഗൈറേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം റേഡിയസ് ഓഫ് ഗൈറേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് വേഗം വർക്കൗട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ഗൈറേഷൻസ് ഓഫ് റിംഗ് അബൌട്ട് ദി ആക്സിസ് പാസിംഗ് ത്രൂ ദി സെന്റർ ഓഫ് മാസ്. അപ്പോൾ റേഡിയസ് ഓഫ് ഗൈറേഷൻ കണ്ടുപിടിക്കണം. ഏതിൻ്റെയാണ്? റിംഗിന്റെ റേഡിയസ് ഓഫ് ഗൈറേഷൻ. അപ്പോൾ റിംഗിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ നമുക്ക് അറിയണം. എന്താണ് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് റിംഗ്? റിംഗിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എത്രയാണ്? ദാറ്റ് ഈസ് mr². എന്താണ് ഫോർമുല? റിംഗിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എത്രയാണ്? mr². അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാടെ? I = മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ റിംഗ്, ദാറ്റ് ഈസ് IR. മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ റിംഗ് = mr². കണ്ടുപിടിക്കേണ്ടതാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. എന്താണ് ഫോർമുല? റേഡിയസ് ഓഫ് ഗൈറേഷൻ ദാറ്റ് ഈസ് K = I/m. K = I/m അല്ലേ? നമ്മൾ നേരത്തെ എഴുതിയായിരുന്നു. K = I/m.
ദാറ്റ്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഐ. എന്താണ് ഐയുടെ വാല്യൂ? എം ആർ സ്ക്വയർ അല്ലേ? ദാറ്റ് ഈസ് എം ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ എം. ഇവിടുത്തെ എമ്മും കട്ട് ചെയ്ത് പോകും. റൂട്ട് ആർ സ്ക്വയർ, റൂട്ട് ഓഫ് ആർ സ്ക്വയർ ദാറ്റ്സ് ഈക്വൽ ടു ആർ. ദാറ്റ്സ് ഈക്വൽ ടു ആർ. അപ്പോൾ എന്താണ് റേഡിയസ് ഓഫ് ഗൈറേഷൻസ് ഓഫ് ദി റിംഗ്? റേഡിയസ് ഓഫ് ഗൈറേഷൻ ഓഫ് ദ റിംഗ് ഈക്വൽ ടു റേഡിയസ് ഓഫ് ദ റിംഗ് തന്നെയാണ്. കെ ഈക്വൽ ടു ആർ. ക്ലിയർ ആണോ ഇത്? റേഡിയസ് ഓഫ് ഗൈറേഷൻസ് ഓഫ് ദ റിംഗ് ഈക്വൽ ടു റേഡിയസ് ഓഫ് ദ റിംഗ്, കെ ഈക്വൽ ടു ആർ. ഇനി ഇതുപോലെ റേഡിയസ് ഓഫ് ഗൈറേഷൻസ് ഓഫ് ദി ഡിസ്കിനെ കണ്ടുപിടിക്കണം. ഡിസ്കിൻ്റെ റേഡിയസ് ഓഫ് ഗൈറേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് എഴുതണം? മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദി ഡിസ്ക് എഴുതണം. എന്താണ് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദി ഡിസ്ക്? ഡിസ്കിൻ്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എത്രയാണ്? ദാറ്റ് ഈസ് മൊമെന്റ് ഓഫ് ഇനർഷ്യ, ദാറ്റ് ഈസ് ഐ ഡി. മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദി ഡിസ്ക് ഇസ് ഈക്വൽ ടു, എന്താണ് ഫോർമുല? എം ആർ സ്ക്വയർ ബൈ ടു. എം ആർ സ്ക്വയർ ബൈ ടു എന്നാണ്. ഇനി റേഡിയസ് ഓഫ് ഗൈറേഷൻ്റെ ഫോർമുല എഴുതിക്കോ. കെ ഈക്വൽ ടു റൂട്ട് ഓഫ് ഐ ഡിവൈഡ് ബൈ എം, ഐ ബൈ എം. കെ ഈക്വൽ ടു ഐ ബൈ എം. ദാറ്റ്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് എം ആർ സ്ക്വയർ ബൈ ടു, എം ആർ സ്ക്വയർ ബൈ ടു ഇൻറ്റു എം. ഈ എം അതുപോലെ എഴുതിയാൽ മതി. എം ആർ സ്ക്വയർ ബൈ ടു. ഇവിടുത്തെ എമ്മും കട്ട് ചെയ്ത് പോകും. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് ആർ സ്ക്വയർ ബൈ ടു, റൂട്ട് ഓഫ് ആർ സ്ക്വയർ ബൈ ടു. ദാറ്റ്സ് ഈക്വൽ ടു ആർ ബൈ റൂട്ട് ടു. ഓക്കെ, വാട്ട്സ് ദ റേഡിയസ് ഓഫ് ഗൈറേഷൻസ് ഓഫ് ഡിസ്ക്? ദാറ്റ് ഈസ് കെ ഈക്വൽ ടു ആർ ബൈ റൂട്ട് ടു, കെ ഈക്വൽ ടു ആർ ബൈ റൂട്ട് ടു. ക്ലിയർ ആണോ അത്? The next is find the radius of gyrations of solid sphere. ഒരു solid sphere എന്ത് കണ്ടുപിടിക്കണം? radius of gyration കണ്ടുപിടിക്കണം. radius of gyrations of a solid sphere. Then that is radius of gyrations of the solid sphere is given by, that is solid sphere equal to 2 by 3, 2 by 5, 2 by 5 mr square. ഒരു സോളിഡ് സ്പിയറിൻ്റെ റേഡിയസ് ഓഫ് മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്താണ്? 2 by 5 mr square. ദാറ്റ് ഈസ് കെ ഈക്വൽ ടു റൂട്ട് ഓഫ് ഐ ബൈ എം. ദാറ്റ്സ് ഈക്വൽ ടു ഐ ഈസ് റീപ്ലേസ്ഡ് ബൈ 2 by 5 mr square ഡിവൈഡ് ബൈ എം. എം ആൻഡ് എം ക്യാൻസൽ. ദാറ്റ്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 by 5 r square, root of 2 by 5 r. Okay, radius of gyrations of solid sphere എത്രയാണ്? K equal to root of 2 by 5 r, 2 by 5 r. അപ്പോൾ എല്ലാം സെയിം തന്നെയാണ്. നമുക്ക് എന്താ അറിഞ്ഞിരുന്നാൽ മതി? മൊമെന്റ് ഓഫ് ഇനർഷ്യ അറിയാമെങ്കിൽ ഏത് റിജിഡ് ബോഡിയുടെ എന്ത് എഴുതാൻ പറ്റും? റേഡിയസ് ഓഫ് ഗൈറേഷൻ എഴുതാൻ പറ്റും. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതിന് എഴുതിക്കൂടി നിങ്ങൾക്ക്. റേഡിയസ് ഓഫ് ഗൈറേഷൻസ് ഓഫ് ദി ഹോളോസ്പിയർ ഫോർമുല അറിയാലോ. എന്താണ് ഹോളോസ്പിയറിന്റെ ഇക്വേഷൻ? ഐ ഈസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ. ഐ ഈക്വൽ ടു എം ആർ സ്ക്വയർ. ഹോളോസ്പിയർ അല്ലേ? 2 by 3. ഐ ഈക്വൽ ടു 2 by 3 mr സ്ക്വയർ എന്ത് കിട്ടും? അതിൻ്റെ മൊമെന്റ് ഓഫ് അതിൻ്റെ റേഡിയസ് ഓഫ് ഗൈറേഷൻ കിട്ടും. ദെൻ റേഡിയസ് ഓഫ് ഗൈറേഷൻസ് ഓഫ് സോളിഡ് സ്പിയർ, സോളിഡ് സിലിണ്ടർ. എന്താണ് റേഡിയസ് ഓഫ് ഗൈറേഷൻസ് ഓഫ് സോളിഡ് സിലിണ്ടർ? ഒരു സിലിണ്ടർ ആണെങ്കിൽ അതിൻ്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എത്രയാണ്? സിലിണ്ടർ ആണെങ്കിൽ ദാറ്റ്സ് ഈക്വൽ ടു എം ആർ സ്ക്വയർ ബൈ 2, എം ആർ സ്ക്വയർ ബൈ 2. കെ ഈക്വൽ ടു ആർ ബൈ റൂട്ട് 2. എന്ത് ചെയ്യുക? ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ആർ ബൈ റൂട്ട് 2. നെക്സ്റ്റ്, ദ റേഡിയസ് ഓഫ് ഗൈറേഷൻസ് ഓഫ് ഹോളോ സിലിണ്ടർ. എന്താണ് ഹോളോ സിലിണ്ടർ? ഒരു ഹോളോ സിലിണ്ടറിൻ്റെ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഐ ഈക്വൽ ടു, ദാറ്റ് ഈസ് ഹോളോ സിലിണ്ടർ ഐ ഈക്വൽ ടു എം ആർ സ്ക്വയർ. ഐ ഈക്വൽ ടു എം ആർ സ്ക്വയർ. കെ ഈക്വൽ ടു ആർ കിട്ടും. ചെക്ക് ചെയ്താൽ മതി. കെ ഈക്വൽ ടു ആർ. ഒരു ഹോളോ സിലിണ്ടറിൻ്റെ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്താണ്? കെ ഈക്വൽ ടു ആർ കിട്ടും. നെക്സ്റ്റ്, ദെൻ കമ്പാരിസൺ ബിറ്റ്വീൻ, ലാസ്റ്റ് ടോപ്പിക്, കമ്പാരിസൺ ബിറ്റ്വീൻ ട്രാൻസ്ലേഷണൽ ആൻഡ് റൊട്ടേഷണൽ മോഷൻ. ട്രാൻസ്ലേഷണൽ മോഷനും റൊട്ടേഷണൽ മോഷൻ എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാം. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു മാർക്കിന് കിട്ടും. ഡിസ്പ്ലേസ്മെൻറ്റ് ലീനിയർ മോഷനും റൊട്ടേഷണൽ മോഷനും ആണ്. അപ്പോൾ ലീനിയർ ഡിസ്പ്ലേസ്മെൻ്റ് ആണെങ്കിൽ എക്സ് എന്ന് ഡിനോട്ട് ചെയ്യാം അല്ലേ? ലീനിയർ എക്സ് ആണെങ്കിൽ റൊട്ടേഷണൽ കേസിൽ അതിനെന്ത് വിളിക്കാം? നമുക്ക് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയാം. ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ഏതാണ്? തീറ്റയാണ്. ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ഇസ് തീറ്റ. ഇനി അതുപോലെ ലീനിയർ വെലോസിറ്റി വി ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി ടി എന്ന് എഴുതാം. ഡി എക്സ് ബൈ ഡി ടി. ദെൻ ആംഗുലർ വെലോസിറ്റി ആണെങ്കിലോ? ആംഗുലർ വെലോസിറ്റി ഒമേഗയാണ്. ഒമേഗ ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ? ഒമേഗ ഈക്വൽ ടു
ഡി തീറ്റ ബൈ ഡി ടി. എന്താണ് ഡി തീറ്റ ബൈ ഡി ടി. ഇനി അതുപോലെ ആക്സലറേഷൻ എന്താണ് ആക്സലറേഷൻ ഇക്വേഷൻ? ആക്സലറേഷൻ ഇസ് ഈക്വൽ ടു ഡി വി ബൈ ഡി ടി ആണെങ്കിൽ, ആക്സലറേഷൻ ഈക്വൽ ടു ഡി വി ബൈ ഡി ടി ആണെങ്കിൽ എന്താണ് നമ്മുടെ ഇക്വേഷൻ? റൊട്ടേഷണൽ കേസ് ആകുമ്പോൾ എന്താണ് ആംഗുലർ ആക്സലറേഷൻ ആൽഫ ഈക്വൽ ടു ഡി ഒമേഗ ബൈ ഡി ടി, ഡി ഒമേഗ ബൈ ഡി ടി, ഡി ഒമേഗ ബൈ ഡി ടി. ഇനി മാസ്, ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു ലീനിയർ കേസിൽ മാസിന് എം ആണെങ്കിൽ, ലീനിയർ കേസിൽ മാസിന് എം ആണെങ്കിൽ റൊട്ടേഷണൽ കേസ് ആകുമ്പോൾ എന്താണ് പറയുന്നത്? മൊമെന്റ് ഓഫ് ഇനർഷ്യ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ലീനിയർ കേസിൽ എന്ത് വിളിക്കും? മാസ് എന്ന് വിളിക്കുന്ന ടേമിന് റൊട്ടേഷണൽ കേസിൽ നമ്മൾ എന്ത് വിളിക്കൂടെ? മൊമെന്റ് ഓഫ് ഇനർഷ്യ, മൊമെന്റ് ഓഫ് ഇനർഷ്യ. അതുപോലെ ഫോഴ്സ് എഫ് എന്ന് പറയും ലീനിയർ കേസിലാണെങ്കിൽ, എഫ് ഈക്വൽ ടു എം എന്ന് പറയാം. റൊട്ടേഷണൽ കേസിൽ ഫോഴ്സിന് എന്ത് വിളിക്കൂടെ? റൊട്ടേഷണൽ കേസിൽ ഫോഴ്സ് ഇസ് ടോർക്ക്, ടോർക്ക് ഇസ് ഈക്വൽ ടു ഐ ആൽഫ. പിന്നെ അതുപോലെ വർക്ക് ഡൺ ഇക്വേഷൻ വർക്ക് ഡൺ ഈക്വൽ ടു എഫ് ഇൻറ്റു ഡി എക്സ് ആണ്. വർക്ക് ഡൺ ഈക്വൽ ടു എഫ് ഇൻറ്റു ഡി എക്സ്. ദെൻ റൊട്ടേഷണൽ കേസ് ആകുമ്പോൾ വർക്ക് ഡൺ ഈക്വൽ ടു ടോർക്ക് ഇൻറ്റു ഡി തീറ്റ. ദാറ്റ് ഈസ് വർക്ക് ഡണിൻ്റെ ഫോർമുല എന്താണ്? വർക്ക് ഡൺ ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു വർക്ക് ഡൺ ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡി എക്സ്, ഡി എക്സ് എന്നാണ്. റൊട്ടേഷണൽ കേസ് നമുക്ക് എഴുതാം വർക്ക് ഡൺ ഈക്വൽ ടു ദിസ് ഫോഴ്സ് ഈസ് റീപ്ലേസ് ബൈ ടോർക്ക് ഇൻറ്റു അവിടുത്തെ എക്സിന് എന്ത് കൊടുക്കണം? തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ദാറ്റ് ഈസ് ഡി തീറ്റ. വർക്ക് ഇസ് ഈക്വൽ ടു ടോർക്ക് ഇൻറ്റു ഡി തീറ്റ. ഇനി അതുപോലെ കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ ആണ്, ഹാഫ് എം വി സ്ക്വയർ ലീനിയർ കേസ്. റൊട്ടേഷണൽ കേസ് പറയുമ്പോൾ എന്ത് പറയും? കെ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എം. മാസ് റൊട്ടേഷണൽ കേസ് എന്താണ്? ഐ ആണ്, മൊമെന്റ് ഓഫ് ഇനർഷ്യ ഐ ഇൻറ്റു വെലോസിറ്റിക്ക് എന്ത് യൂസ് ചെയ്യാം? ഒമേഗ യൂസ് ചെയ്യാം, ഹാഫ് ഐ ഒമേഗ സ്ക്വയർ. റൊട്ടേഷണൽ കേസിൽ കൈനറ്റിക് എനർജി എന്താണ്? ഹാഫ് ഐ ഒമേഗ സ്ക്വയർ. ഇനി പവറിന്റെ ഇക്വേഷൻ പി ഈക്വൽ ടു എഫ് ഇൻറ്റു വി, ഫോഴ്സിന്റെ വെലോസിറ്റി. റൊട്ടേഷണൽ കേസ് ആകുമ്പോൾ ദിസ് ഫോഴ്സ് ഈസ് റീപ്ലേസ് ബൈ ടോർക്ക് ഇൻറ്റു വിക്ക് ഒരു എന്ത് യൂസ് ചെയ്യാം? ഒമേഗ യൂസ് ചെയ്യാം, പി ഈക്വൽ ടു ടോർക്ക് ഒമേഗ. ദെൻ ലീനിയർ മൊമെന്റം പി ഈക്വൽ ടു എം വി, മാസിന്റെ വെലോസിറ്റി. റൊട്ടേഷണൽ കേസ് ആകുമ്പോൾ പി ഈസ് റീപ്ലേസ് ബൈ ആംഗുലർ മൊമെന്റം ദാറ്റ് ഈസ് എൽ ഈക്വൽ ടു ദെൻ എം, മാസിന് എന്ത് യൂസ് ചെയ്യാം? ഐ യൂസ് ചെയ്യാം. ദെൻ വി ഈസ് റീപ്ലേസ് ബൈ ഒമേഗ, എൽ ഈക്വൽ ടു ഐ ഒമേഗ. അപ്പോൾ ഇതിൽ നിന്ന് ഒരു മാർക്ക് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഉറപ്പിക്കാം. ലീനിയർ കേസും റൊട്ടേഷണൽ കേസും എന്ത് ചെയ്യുക? കമ്പയർ ചെയ്ത് പഠിക്കുക. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും? നമുക്ക് ഇതിന് ഉറപ്പിക്കാം. പ്രീവിയസ് ആയിട്ട് ചോദിച്ച ഒരു 2 ക്വസ്റ്റ്യൻ നമുക്ക് പെട്ടെന്ന് നോക്കാം. ഒരു ഫസ്റ്റ് വൺ ഈസ് ദ റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സസ്. ഫോഴ്സിനെ റൊട്ടേഷണൽ പറയുന്ന പേരെന്താണ്? വേഗം പറഞ്ഞു എന്താണ്? ഫോഴ്സ് ഇസ് കോൾഡ് ടോർക്ക് അല്ലേ? ടോർക്ക് ആണ് റൊട്ടേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞത്. ടോർക്കിന് മറ്റു പേരെന്താണ്? മൊമെന്റ് ഓഫ് ഫോഴ്സ്. ഓർമ്മിച്ചോ? മൊമെന്റ് ഓഫ് ഫോഴ്സ്. Torque is also called moment of force. Clear? Then another question is the rotational analog of mass is rotational analog of mass. Mass നമ്മൾ എന്ത് വിളിക്കവിടെ? Mass is replaced by moment of inertia. Mass is replaced by moment of inertia. So this is moment of inertia. Rotational analog of force torque ആണ്. അതുപോലെ mass എന്താണ്? Mass is moment of inertia. Moment of inertia. Mass is called moment of inertia. I എന്ന ടേം യൂസ് ചെയ്യാം അല്ലേ? moment of inertia. ക്ലിയർ? അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ, സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷൻ മോഷൻ. ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്സും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ടോപ്പിക്സ് ഒക്കെ വളരെ കൃത്യമായിട്ട് പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ആശംസിക്കുന്നു. ഗുഡ് നൈറ്റ്.